വിണ്ണിൻ ശലഭങ്ങൾ സ്നേഹാദ്രമായി വന്നെത്തുമോ ആത്മാവിലും പുണ്യം നൽകി മനസ്സെന്നും മലർവാടിയാകാനാ നമസ്കാരം. മനസ്സൊരു മലർവാടിയുടെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. രമ്യ, ഈ നമ്മുടെ ഈ പ്രോഗ്രാം മനസ്സ് ഒരു മലർവാടി എന്ന പ്രോഗ്രാം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആശ്വാസദായകമായി തീരുന്നു എന്നുള്ളത് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ലെറ്റേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട് വീട്ടില്. ഈ പ്രോഗ്രാമിൽ ബൈജു ജോസിന്റെ പാട്ട് കൂട്ടണം, നീട്ടം കൂട്ടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞതിനകത്ത് പാടണമെങ്കിൽ പാടിയാ പോരെ, വെറുതെ എന്തിനാ തുടക്കം തന്നെ കുറെ കള്ളൊക്കെ പറഞ്ഞത്? അല്ലല്ല, സത്യമായിട്ട് വന്ന വാട്സപ്പ് മെസ്സേജുകൾ ഒരുപാട് വന്നു. പാട്ട് ഫുള്ള് പാടണം, പകുതിയെങ്കിലും പാടണം. ഞാൻ പറഞ്ഞ സമയമില്ല, രമ്യക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ അവസരം കൊടുക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 4 വരി പാടുകളൊന്ന് നിർബന്ധം പിടിച്ചു. വെറുതെ കേട്ടോ, പച്ചക്കള്ള ഒരു മനുഷ്യൻ പറഞ്ഞില്ല. പച്ചക്കള്ളല്ല, സത്യം പറഞ്ഞ ഞാൻ പാടത്തെ. പാടിക്കോളൂ. പാടാൻ വേണ്ടിട്ട് എന്തൊക്കെ കള്ളത്തരം പറയണെന്ന് നോക്കിയേ. പക്ഷെ ബൈച്ചേട്ടാ ഒരു പൊതുവെ ഒരു ഉഷാറില്ല കേട്ടോ ഒന്ന് ബൈച്ചേട്ടന്. ഒരു തണുത്ത മട്ടാണ് ഇത്. പറ്റില്ല, നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുമ്പോ നല്ല എനർജിയോടെ നിന്ന് വേണം നമ്മൾ ചെയ്യാൻ. ഞാൻ ഒരു തണുത്ത ചായ കുടിച്ചു പോയി. ഓ, അതാണ് ഇത്ര തണുത്തിരിക്കണേ. നല്ല ചൂടോടൊരു പാട്ട് പാടൂ. ചൂടൻ പാട്ടങ്ങോട്ട് പാടിയാ ഓക്കെ ഓക്കെ ഓക്കെ. സത്യമായ കാമുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യമായ കാമുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. ഭയങ്കര ഹൈ പിച്ചിലുള്ള ഒരു പാട്ടാണല്ലേ ഇത്? പകുതി പാടാതെ എനിക്ക് തോന്നി പെട്ടെന്ന് അതെന്താ ഒരു 2 ലൈൻ പാടി നിർത്തിയെന്ന് ചോദിക്കാൻ പോകുന്നു. യേശുദാസ് പോലെ വലിയ വലിയ പാട്ടുകാരൊക്കെ പാടി വെച്ചിരിക്കുന്ന പാട്ടൊക്കെ തൊടാനുള്ള അർഹത പോലും നമുക്കില്ല, എന്നാലും നമുക്ക് പാടിയെന്നുള്ളൂ. അല്ല, ഭയങ്കര നല്ല പാട്ടാ. ഭയങ്കര റേഞ്ച് കൂടിയിട്ടാണ് ഈ പാട്ടിന്റെ. റേഞ്ചുള്ള ആളുകൾക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പൊ അത് പാടാൻ പറ്റില്ല. പക്ഷെ എന്നാലും ബൈച്ചേട്ടാ എനിക്ക് തോന്നുന്നു ബൈച്ചേട്ടന് പാടാൻ പറ്റും. പ്രൊവൈഡഡ് ഇന്ന് ബൈച്ചേട്ടൻ എന്തോ മനസ്സിൽ എന്തോ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഉഷാറില്ലല്ലോ. എന്തെങ്കിലും വല്ല പ്രോബ്ലംസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? വേറെ നല്ല രമ്യ, ഒരു രമ്യക്ക് തോന്നിയല്ലേ അത്? ഭയങ്കര എന്താ ചേച്ചി വല്ല വഴക്കിടോ? ചേച്ചിയായിട്ട് വഴക്കൊന്നും ഇടാറില്ല. പിന്നെന്താ? വേറൊന്നുമല്ല, പ്രോഗ്രാംസ് ഒക്കെ പൊതുവെ ഒത്തിരി കുറവാണ്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗൾഫ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലെന്നേ, എന്നാൽ പെട്ടെന്ന് നമ്മള് പൈസ ഒക്കെ ആവശ്യം വരും. സ്കൂളിലിപ്പോ ഒരുപാട് ഫീസ്, 2 കുട്ടികളുടെ ഫീസ്, അവരുടെ ബസിന്റെ കാശ് അത് കൊടുക്കണം. പിന്നെ അതുകൂടാതെ വീട്ടിലെ കാര്യങ്ങള്, ലോണുകള്, കുറികള്, അങ്ങനെ ഒരുപാട് ബേർഡനാണിപ്പോ ഭയങ്കര കുറെ. അതുകൊണ്ട് ഇതിപ്പോ എപ്പോഴും ഉള്ളതല്ല. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ എപ്പിസോഡില് ഇത്രയേറെ വറി ചെയ്യാൻ മാത്രം എന്താ ഉള്ളേ? ഇന്നലെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇന്നലെ രമ്യ എന്റെ അടുത്ത് ഞാൻ കടം മേടിച്ച ഒരു കൂട്ടുകാരന്റെ 50,000 രൂപ കൊടുക്കാണ്ടായിരുന്നു. അവനെ കൊടുക്കാൻ പറ്റിയില്ല.
ഓ അതിന്റെ വിഷമാണ് അതിന്റെ വിഷമം. അപ്പൊ ഈ പൈസ എങ്ങനെ ഉണ്ടാക്കുന്ന ആലോചിച്ച് വന്നപ്പോ അമ്മേനെ പിന്നീട് തിരിച്ചു തരുമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. തരൂ. പക്ഷെ എനിക്ക് തിരിച്ചു തരണം, പറ്റിക്കരുത്. പറ്റിക്കൂല. എങ്കിൽ ഇപ്പത്തെ ഈ ഒരു പ്രശ്നം മറന്നേക്കൂ, നല്ല ചിരിച്ചതായിട്ട് നമ്മുടെ പ്രോഗ്രാം ചെയ്യൂ. വേറെ സംഭവമുണ്ട്, പുറത്തു പറയണ്ട. എനിക്ക് കൂടുതൽ പേയ്മെന്റുമായിട്ട് മറ്റൊരു ചാനലിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട്. പുറത്തു പറയണ്ട, അത് കൺഫേം ആയിട്ടില്ല, ഏകദേശം കൺഫേം ആണ്. അപ്പൊ ഇത് നിർത്തിയിട്ട് പോണോ? പൈസ കൂടുതലിട്ടുണ്ടല്ലേ രമ്യ, ഏറ്റവും നല്ലത് നമുക്ക്. നമ്മളെപ്പോലുള്ള ഇങ്ങനെ നേരം നിറയില്ലാത്തൊന്നും ആൾക്കാർ എന്നാ, സോറി ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ചെടുത്തിരിക്കണം. 50 രൂപ തിരിച്ചു തരില്ല. നമ്മളിപ്പോ ഒരു കമ്മിറ്റ് ചെയ്ത്, നമ്മളിവിടെ ഒരു ഗുഡ്നസ് ടിവി കമ്മിറ്റ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുമ്പോ എന്താ പൈസയുടെ ഇങ്ങനെ പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്കൊരു നേരില്ലേ? അത് വിട്ടിട്ട് ഇങ്ങനെ പൈസ ജാസ്തി കിട്ടുന്ന പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവാൻ പാടുവോ? ഇവിടുത്തെ പൈസ ഇച്ചിരി കുറച്ചാൽ നിൽക്കൂടാ? ഇവിടെ നിൽക്കും. അല്ല, ഇത് രമ്യനോടൊന്ന് ചോദിക്കാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് പറഞ്ഞു? ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ? സോറി, അത് നോക്കി ക്യാമറ കട്ട് ചെയ്തിട്ട് കാര്യം സംസാരിക്കാം. അതല്ല പൈസേട്ടാ, കം ടു ദ പോയിന്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പൈസയുടെ ചെറിയ പ്രോബ്ലം കൊണ്ട് എല്ലാവർക്കും പൈസയുടെ പ്രോബ്ലംസ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് എത്ര പൈസ കിട്ടിയാലും നമുക്ക് ആർക്കും മതിയാവില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകണമെങ്കിൽ യൂണിറ്റ് അത്രയും നല്ല പൈസ വേണം നമുക്കല്ലേ. ഡെയിലി ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് പൈസയുടെ ആർത്തിക്ക് വേണ്ടിയിട്ട് അല്ലെ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യുക, നമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തത് മാറ്റി പറയുക, അതൊന്നും ചെയ്യാൻ പാടില്ല. എത്രയാണെന്ന് പറഞ്ഞാലും എതിരായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് പൈസ, അതാണ് പ്രശ്നമുള്ളൂ. ആ ഒരു എത്തിക്സിന്റെ പ്രോബ്ലം. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ പ്രോബ്ലം ഫേസ് ചെയ്യണ നമ്മളെ പോലെ തന്നെ ബൈജുവിനെ പോലെ രമ്യയെ പോലെയും ഒരുപാട് ബൈജുമാരും രമ്യമാരും നമ്മുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും നമുക്കെന്നാ അത് സംസാരിച്ചൂടെ? അപ്പൊ ഇന്നത്തെ വിഷയം തന്നെ അതാക്കി കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല ഉപദേശം കിട്ടും. ശരിയാണ്, നമുക്കൊക്കെ എത്ര ഇത് കിട്ടിയാലും കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിനെന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും നമുക്ക് എല്ലാവർക്കും ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ടായിരിക്കും നമുക്ക് വേണ്ടതിലും കൂടുതൽ ആവശ്യം നമുക്ക് ഉണ്ടാവും അല്ലേ? കൂടുതൽ ചെലവാക്കാൻ. പക്ഷെ അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് എല്ലാവർക്കും പണത്തോടുള്ള ആർത്തിയാണ്. അപ്പൊ സബ്ജക്ട് അത് തന്നെ അങ്ങോട്ട് ഫിക്സ് ചെയ്തു, പണത്തോടുള്ള ആർത്തി. യെസ്, അത് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മുടെ ആ സബ്ജക്റ്റിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് പതിവ് പോലെ മനസ്സൊരു മലർവാടിയിൽ ആദ്യം നമ്മുടെ സ്വന്തം ജോർജ് അച്ഛന്റെ പ്രൊഫൈൽ കാണാറുണ്ട്. അപ്പൊ അത് കാണാം. അപ്പൊ നമ്മുടെ ഓഡിയൻസ് എല്ലാം സജ്ജമാണ്, അടിമാലിക്കാരെല്ലാരും റെഡിയല്ലേ? ഗുഡ്നസ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കും സ്വാഗതം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക്. ഇനി നമുക്ക് അച്ഛന്റെ പ്രൊഫൈൽ കാണാം. പലരും എന്നോട് ചോദിക്കാറുണ്ട് അച്ഛൻ എന്താ സൈക്കോളജി പഠിച്ചതെന്ന്. എന്റെ അഭിപ്രായത്തിൽ അത് ദൈവത്തിന്റെ ഒരു ഹിതം തന്നെയാണ്. കാരണം അന്നത്തെ അധികാരികൾ എന്നോട് മനഃശാസ്ത്രം പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് എന്റെ തീരുമാനമല്ലായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സൈക്കോളജി താല്പര്യം കാണിച്ച ആളാണ്. പക്ഷേ അധികാരികൾ അമേരിക്കയിൽ പോയി സൈക്കോളജി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ചു. അപ്പോൾ സൈക്കോളജി പഠനം എന്നേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന്റെ ഇഷ്ടവും അധികാരികളുടെ ഇഷ്ടം കൂടിയായിരുന്നു. അമേരിക്കയിൽ സൈക്കോളജിയിൽ MA പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തി ആലുവ പൊന്റിഫിക്കൽ സെമിനാരിയിൽ പഠിപ്പിച്ചു. പിന്നീട് വിൻസെൻഷൻ വിദ്യാഭവനിലെ വൈസ് റെക്ടറായി ജോലി ചെയ്തു. 5 വർഷത്തെ അധ്യാപനത്തിന് ശേഷം അമേരിക്കയിൽ പോയി സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത് തിരിച്ചു വന്ന ശേഷം വീണ്ടും റെക്ടറായി സേവനം ചെയ്തപ്പോഴാണ് സഭയുടെ സുപ്പീരിയർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 4 വർഷം സുപ്പീരിയർ ജനറലായി സേവനം ചെയ്തതിനു ശേഷം ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങി. 17 വർഷത്തെ വൈദിക പരിശീലനത്തിന്റെ ഭാഗമായി 3000-ഓളം വൈദിക വിദ്യാർത്ഥികൾ പഠിച്ച് വൈദികരായി. പഠിപ്പിച്ചവരിൽ 22 പേർ മെത്രാന്മാരായി. പഠിപ്പിച്ച് വൈദികരായവരിൽ ഒരു വിദ്യാർത്ഥി കർദിനാൾ വരെയായി. 2017-ൽ സെമിനാരിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. പുതിയ കൌൺസിലിംഗ് സെന്ററിന് രൂപം കൊടുത്തു. പച്ചാളത്ത് ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൌൺസിലിംഗ് ആൻഡ് ക്ലർജി അഫർമേഷൻ സെന്ററിൽ ഡയറക്ടറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. വളരെ അഭിമാനത്തോടെ, വളരെയധികം സ്നേഹത്തോടെ നമുക്കിനി അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിയിലെ ഡോക്ടറേറ്റ് നേടിയ റെവറർ ഡോക്ടർ ജോർജ് മണലയിൽ. അച്ഛാ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം അച്ഛോ. വരൂ. സുഖമായിരിക്കുന്നു. ഞങ്ങൾക്കെല്ലാം സുഖം. ചെറിയൊരു സുഖക്കേട്
കുറച്ചൊരു അസുഖമുണ്ട് അച്ഛോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അസുഖം അല്ലേ? നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിലെല്ലാവർക്കും ഉള്ള അസുഖം തന്നെ ചെറുതായിട്ട് ഞങ്ങളെ ബാധിച്ചു. പണത്തോടുള്ള ആർത്തി ഉണ്ടായിട്ടല്ല, ആവശ്യം വരുമ്പോ നമ്മ അതിനോട് കൂടുതൽ ഒരു പ്രതിബദ്ധത കാണിക്കില്ല ഈ പണം ഉണ്ടാക്കുന്നതിനോട്. അങ്ങനെ ഒരു പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം വേണം, ട്രൈ ചെയ്യണം. പക്ഷെ അത് ആസക്തി ആകരുത്. അത് ഇങ്ങനെ കിട്ടണം എന്നുള്ള അമിതമായ ആഗ്രഹം, ആസക്തി എന്നൊക്കെ പറയും. അത് മദ്യത്തോട് ആസക്തിയില്ലേ, ചില കാര്യങ്ങൾ നമുക്കൊരു എത്രമാത്രം കിട്ടിയാലും സംതൃപ്തി ഉണ്ടാകില്ല. അതിന് ആസക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ പണത്തോടുള്ള ആസക്തിയും ഡേഞ്ചറസാണ്. മദ്യം ഉപയോഗിക്കുന്നത് ഡേഞ്ചറസ് ആണ്. അതുപോലെ പണത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നു, അതും ഒരു തെറ്റായ കാര്യമാണ്. ആസക്തിയിൽപ്പെട്ടതാണ്, മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മളിൽ നിന്നും പണം ആവശ്യമുള്ള ആളുകൾ നമ്മളോടും ഇതുപോലെ തന്നെ കാണിക്കുമ്പോൾ നമ്മൾക്കും അത് അവർക്ക് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമുക്കും പൈസ വേണം, നമുക്കും ഒരു വരുന്ന സൈഡ് കൂടണം. അതാ കുഴപ്പമുണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ നോക്കി. ഇപ്പൊ ബ്ലേഡ് കമ്പനിക്കാരുണ്ട്, അവര് പണം കൊടുക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? സഹായിക്കാൻ വേണ്ടിയിട്ടില്ല, വലിയ പലിശ ആവശ്യപ്പെടും, അവ കൂടുതൽ പൈസ കിട്ടും. അപ്പൊ അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അത് കിട്ടാതെ വരുമ്പോൾ, കൊടുത്ത പൈസ കിട്ടാതെ വരുമ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുക, അവരെ കൊല്ലുക, പിന്നെ കൊട്ടേഷനൊക്കെ ഏൽപ്പിക്കുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാവുകയും. അപ്പൊ പലപ്പോഴും ഇങ്ങനെ ഈ ആസക്തി, പണത്തോടുള്ള അമിതമായ ആഗ്രഹം, ഗ്രീഡിനെസ് എന്നൊക്കെ പറയും, അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചെയിൻ ഓഫ് ആക്ഷൻ ആണല്ലേ? അതെ, ഇങ്ങനെ മാറി 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 എല്ലാവരിലേക്കും ഈ പണത്തോടുള്ള ആഗ്രഹം, ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ഗ്രീഡിനെസ് ഇംഗ്ലീഷ് പറയുന്നത്, അതൊരു വ്യക്തിത്വത്തിന്റെ ഒരു വലിയ പ്രോബ്ലമാണ്. അവർക്ക് എത്രമാത്രം കിട്ടിയാലും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുപോലെ തന്നെ ഒരു സോഷ്യൽ വശമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളൊക്കെ നോക്കിക്കേ, ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? പണം ഉണ്ടാക്കാനുള്ള അമിതമായ ആഗ്രഹം, തെറ്റായ മാർഗത്തിൽ കൂടി പണം ഉണ്ടാക്കുന്നു. അപ്പോൾ സോഷ്യൽ ഈവിളാണ് ഇത്. അതുപോലെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ്. ഇതിനപ്പോ നമുക്കൊരു രോഗാവസ്ഥ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിനെ സൈക്കോളജിക്കലായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ? ചിലപ്പം ഒരു രോഗാവസ്ഥ ആകാം. അത് ആകാം. അമിതമായിട്ട് സമ്പാദിച്ചിട്ടുകൊണ്ടിരിക്കുക, മറ്റാർക്കും കൊടുക്കുകയില്ല. അത് സ്വന്തമായിട്ട് ഉപയോഗിക്കാത്തവരുണ്ട്. ഒരുപാട് പണം ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കും, പക്ഷെ അതിന് ഉപയോഗം ഉണ്ടാവില്ല. അത് വെച്ചുകൊണ്ടിരിക്കും. കണ്ട് സന്തോഷിക്കുന്നവരുണ്ട്. പണം ഉണ്ടാക്കി ദിവസവും ബാങ്ക് ബുക്ക് നോക്കി എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ചാക്കിനകത്ത് പണം കെട്ടി വെച്ചിട്ട് എണ്ണിക്കൊണ്ടിരിക്കപ്പോഴും അത് വലിയൊരു എൻജോയ്മെന്റ് അവർക്ക്. അതൊരു മാനസിക രോഗം തന്നെയാണത്. അല്ല അച്ഛാ, ഞാനിങ്ങനെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് പേപ്പറിൽ കുറച്ച് നാൾക്ക് മുമ്പേ ഭിക്ഷ ചോദിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതേപോലെ നടക്കുന്ന കുറെ പേര് വളരെ ധനികരാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നല്ല ലക്ഷങ്ങളുണ്ട്, അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഈയിടെ ഒരു സ്ത്രീ മരിച്ചപ്പോ ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ അറിയണത് ആ സ്ത്രീയുടെ കയ്യിൽ എത്ര ലക്ഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പൈസ ഉണ്ടായിട്ടും അവര് ഭിക്ഷ ചോദിച്ച് വീണ്ടും നടക്കുകയാണ്. കൂട്ടി സമ്പാദിച്ചുകൊണ്ടിരിക്കുക, ആർക്കും കൊടുക്കുകയില്ല, ഉപയോഗിക്കുകയില്ല, സ്വയം തിന്നേയില്ല, മറ്റുള്ളവരായിട്ട് തീറ്റിക്കുകയില്ല എന്ന് പറയണം. ഈ പണത്തോടുള്ള ഒരു ആർത്തി എന്ന് പറഞ്ഞ ലോകം മുഴുവനും ഉള്ളൊരു എല്ലാ സ്ഥലങ്ങളിലും ആ രോഗത്തിന് കൃത്യമായിട്ടൊരു മരുന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ ചിലപ്പോ ലോകം തന്നെ നശിച്ചു പോകും. പരിചയക്കാർ കൂടുതലാട്ടെ ഒരു കൗൺസിലിംഗിനൊക്കെ ആവശ്യമുണ്ട്. ഒരു മാനസിക രോഗം എന്ന് പറയാൻ പറ്റിയില്ല, വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകത, സ്വഭാവത്തിന്റെ പ്രത്യേകത എന്നേ പറയാൻ പറ്റുള്ളൂ. അവർ തന്നെ ഒരു സെൽഫ് അവയർനെസ് ഒക്കെ വരുത്തി കൗൺസിലിംഗ് വഴിയായിട്ട് മാറ്റിയെടുക്കാൻ ചികിത്സയുടെ ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം ആളുകൾക്കും പണത്തിന്റെ ആവശ്യമുണ്ടാകും. അതുകൊണ്ട് പല വഴിയിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ടാവും. തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് നല്ല നല്ല ടിപ്സുകൾ, അറിവുകൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ ആവാഹിക്കണം. പണത്തിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആസക്തി അത് വേണം തീർച്ചയായിട്ടും. നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു മുന്നേറ്റം, നമ്മൾ ഇനിയും ഉയരണം എന്ന ഒരു ചാലഞ്ച് നമ്മൾ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. എനിക്ക് ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത് മതി എന്നും പറഞ്ഞിരുന്നാൽ നമ്മുടെ ലൈഫ് ഒരിക്കലും വളരില്ല. നമ്മുടെ ലൈഫ് വളരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് നേർവഴിക്കുള്ള നല്ല രീതിയിലുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം, അമിതമാവരുത്. അപ്പോ ഇത് അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ എങ്ങനെ നമുക്ക് സൈക്കോളജിക്കലായിട്ട് ട്രീറ്റ് ചെയ്യാം, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താമെന്നാണ് അച്ഛൻ ഇന്നിപ്പോ നമുക്കിവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോണത്. അപ്പൊ അച്ഛാ ഇരുന്നോളൂ, നമുക്ക് ആ സബ്ജക്റ്റിലേക്ക് വരാം. തീർച്ചയായിട്ടും ബൈച്ചേട്ടാ, നമ്മളെ രണ്ടുപേരെക്കാരിലും കൂടുതലായിട്ടും ജോസേട്ടന് തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് പറയാനുണ്ടാവും. ബൈച്ചേട്ടനെ കാണുമ്പോ പൈസ ചോദിക്കാറില്ല. ഇവിടെ പാർക്ക് ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു പോകുമ്പോ പുള്ളി 10 രൂപ എപ്പോഴും ചോദിക്കും, എപ്പോഴും ഇത്തിരി എക്സ്ട്രാ അങ്ങനെയൊക്കെ നിൽക്കും. എത്ര കൊടുത്താലും നമ്മൾ ഓണത്തിനും വിഷുവിനും ഒക്കെ എന്ന് പറയുന്ന പോലെ നമ്മുടെ ക്രിസ്മസിനൊക്കെ വിശേഷങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന പുള്ളിയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്മസ് ആണ്, അത് എത്ര കൊടുത്താലും ഇങ്ങനെയല്ലേ. ജോസേട്ടന്റെ അടുത്ത് നമുക്ക് വിളിച്ച് ചോദിച്ചേക്കാം. വിളിക്കേ ബൈച്ചേട്ടൻ. ഓക്കെ ജോസേട്ടാ, ബൈച്ചേട്ടാ ഒന്ന് വിളിച്ചേ പെട്ടെന്ന്. ജോസേട്ടൻ വിളിച്ചല്ലേ, തൊണ്ട കളഞ്ഞ
വൈസാറ് പെരുന്നാളൊക്കെയാണ് ഭയങ്കര ചെലവ്. ചെലവല്ലേ? അല്ലേ, പെരുന്നാൾ എല്ലാവർക്കും ഉണ്ട്. എന്റെ അടുത്ത് തരാന്ന് പറഞ്ഞ് മേടിച്ച പൈസ എവിടെ? 100 രൂപ. അയ്യോ, അതിപ്പോഴും മറന്നിട്ടില്ലേ? ഞാൻ മറക്കണ എന്റെ അല്ലേ പൈസ? അത് ഞാൻ തരൂല്ലേ സാറേ? അല്ല, അത് വേണമല്ലോ എനിക്ക്. ഈ സാറിന് ഭയങ്കര ആർത്തിയ പൈസയോട്. ആ സാറിന് ആർക്കില്ല. ജോസേട്ടൻ എപ്പോ പൈസ വാങ്ങിയാലും തിരിച്ചു കൊടുക്കില്ല. എന്റെ വാങ്ങിയത് തരാം. അങ്ങനെ പറയരുത് സാറ്. 100 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. സാറാ ലത്തൂര് ഭൂകമ്പം ഉണ്ടായപ്പോ പിറ്റേന്റെ ദിവസം വന്ന പത്രത്തിൽ 4 ഫോട്ടോ ഉണ്ട്. ഈ കാശനോട് ചോദിക്കില്ല. എന്താ 4 ഫോട്ടോ ആയിരുന്നു? അയ്യോ, ഒരു കോടീശ്വരൻ 7ാം നിലയിലാണ് അയാള് താമസിച്ചത്. ആദ്യത്തെ കുലുക്കത്തിന് ഫാമിലി മൊത്തം ഇറങ്ങി. 3ാം നിലയിൽ വന്നപ്പോഴും ഇയാളെ അറിയണ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടല്ലോ എന്ന്. അതെടുക്കാൻ ഇയാള് 2ാമത് പോയപ്പോ ഭാര്യയും പിള്ളേരും പറഞ്ഞു പോലെ പോലെ ഇത് കോടിയുടെ ബാങ്ക് ബാലൻസ് ഉള്ള മനുഷ്യനാ. ഇയാള് ഓടിക്കേറി. പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടതേ ബിസ്ക്കറ്റ് കയ്യിൽ ഇങ്ങനെ കിടക്കണം. ആണോ? ഇത് സ്വർണ്ണ ബിസ്ക്കറ്റ് അല്ല, എന്റെ പിള്ളേർക്ക് ബിസ്ക്കറ്റ് ഒടിച്ചു കൊടുക്കാനുള്ള പൈസയാണ്. അത് ഇങ്ങനെ തന്നെ. എന്റെ സാർ ഈ പൈസക്ക് ഇങ്ങനെ ആക്രാന്തം പിടിക്കരുത്. ആക്രാന്തം അല്ല, ജോസേട്ടൻ എന്തിനാ ഇങ്ങനെ ഈ പൈസ എപ്പോഴും ആരെ കണ്ടാലും പൈസ? അപ്പൊ ജോസേട്ടൻ എന്തിനാ ഈ പൈസയോടുള്ള ഇത്ര ആർത്തി? എനിക്ക് നിങ്ങളെ പോലെ അല്ലല്ലോ. ഇപ്പൊ ബൈജു സാറിനാണെങ്കിൽ ആങ്കറിംഗ് ഉണ്ട്, പിന്നെ 1 മാൻ ഷോ ഉണ്ട്. അങ്ങനെ ഒരുപാട് പൈസ, നല്ല പൈസ പുള്ളിയുടെ അതിൽ വന്നത്. അതെനിക്കറിയാം. നല്ല പൈസ. പൈസ ഒരാളുടെ അടുത്ത് വന്നത് 3 രീതിയിലാ. നല്ല പൈസ, കറയുള്ള പൈസ, കളങ്കമുള്ള പൈസ. അതിൽ നല്ല പൈസ എന്ന് ഉദ്ദേശിക്കുന്നത് സാറ് ചെയ്യണ പണി നല്ല പൈസ. കറയുള്ള പൈസ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? എന്റെ ഒരു സ്ഥലം 5 സെന്റ് സ്ഥലം വിൽക്കാൻ ഒരാളെ ഏൽപ്പിക്കും. അയാള് പറയും ഇതിന് 10,000 രൂപ സെന്റിന് വരുന്നു പറയും. എന്നിട്ട് അയാൾ മറ്റുള്ളവരോട് 15,000 മേടിക്കും. മറച്ചടി. അത് കറയുള്ള പൈസയാ. പിന്നെ കളങ്കമുള്ള പൈസയുണ്ട്. അത് കൊട്ടേഷൻ, കള്ളനോട്ട്. ഇതൊക്കെ കളങ്കമുള്ള പൈസയാ. ഈ 2 പൈസകളും മറ്റത് കയ്യിൽ വന്നാൽ ഇരിക്കൂല. സാറിന്റെ പൈസ കയ്യിലിരിക്കും. പക്ഷെ എന്റെ കയ്യിലിരിക്കണല്ലോ, ജോസഫിനാണല്ലേ. പിന്നെ ഈ പറഞ്ഞ 4 ടൈപ്പ് പൈസ അല്ലാണ്ട് വേറൊരു ടൈപ്പ് പൈസ കൂടെ ഉണ്ട്. ചെതമ്പലുള്ള പൈസ. ചെതമ്പല മീൻകാര് തന്നെ പൈസ. അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്. ചെതമ്പല ഉണ്ടാവിനകത്ത്. അതുണ്ടാവുമായിരിക്കും. പക്ഷെ ഈ 100 രൂപ അപ്പൊ തിരിച്ചു തരുന്നില്ല. അല്ല, ഞാൻ അടുത്ത ആഘോഷത്തിന് ബോണസ് തരുമ്പോ തന്നാ പോരെ? അപ്പൊ ഈ 100 മാത്രമല്ല, 5 മാസമായിട്ട് 100 വെച്ച് മേടിച്ചിട്ടുണ്ട് സാറ്. ഞാനൊക്കെ കുഞ്ഞുകുട്ടി പരാധീനല്ലേ സാറ്? ഇതൊരു കഷ്ടമാണ്. പൈസ മേടിച്ച തരില്ല നീ പുള്ളിക്കാരൻ. അവിടെ ആരെങ്കിലും നിൽക്കണം? അവിടെ ഉണ്ട്. ആണോ? അവര് ഭയങ്കര പൈസക്കാരാ. എന്നാ അവരൊന്നും മേടിക്കും. അവരെ ഞാൻ ചൊറിഞ്ഞു നോക്കി, തന്നില്ല. എല്ലാവരും ചൊറിഞ്ഞി കണ്ടു പോയി വിളിച്ചോണ്ട് വന്നേ. ചൊറിഞ്ഞു സർ പ്ലീസ് എന്തെങ്കിലും ഒന്നിങ്ങനെ സ്ഥിരം പരിപാടി ആണല്ലേ. ഇതൊക്കെ വിളിക്കേ. വരൂ ലാൻസർ മുതലാളി. ലാൻസർ മുതലാളി. ലാൻസർ കാരണം അതാണ്. നീ എന്തുകൊണ്ട് വർത്താനം പറയണേ? നീ കൊണ്ടുപോയതല്ലേ, രാവിലെ മേടിച്ചു കൊണ്ടുപോയതല്ലേ എന്റെ വീട്ടിൽ വന്നിട്ട് 16 രൂപ. 4 മണിയാകുമ്പോഴേക്കും നീ 12,000 രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞാ? എനിക്ക് ഉറപ്പായിട്ട് എന്റെ പൈസ കിട്ടണം. അല്ലെങ്കിൽ നീ ഈ ലാസറിന്റെ തനി സ്വഭാവം എടുക്കും. നീ അറിയില്ല എന്താ? ആ പൈസ മേടിക്കാൻ എനിക്കറിയാം. എടാ പറേ, എടാ അവനില്ലടാ ആ കൃഷ്ണൻ, അവൻ കാശേ തരാൻ പറ്റില്ലെന്ന്. നീ ഒരു കാര്യം ചെയ്യണം, ഉറപ്പായിട്ടും രാത്രി ഇന്ന് എനിക്ക് ആ പൈസ ഇവിടെ എത്തണം. അത് എന്ത് പരിപാടി ചെയ്താണെങ്കിലും. ഓക്കെ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഞാൻ ബൈജു ജോസ്. ബൈജു, ഇത് എവിടെ വന്നേക്കണെന്നറിയോ? സത്യത്തിൽ എവിടെ വന്നുള്ളത്? ഇത് മനസ്സൊരു മലർവാടി എന്ന പ്രോഗ്രാമിന്റെ ഫ്ലോറിലാണ് ചേട്ടൻ ഇപ്പൊ എത്തി നിൽക്കുന്നത്. സത്യത്തിൽ ഈ പണത്തിനോടുള്ള ഒരു ആഗ്രഹം നിമിത്തം ഞാൻ എവിടേക്കാണ് എന്റെ പൈസക്ക് മാത്രമായിരുന്നു ഞാനൊരു പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് ഏത് ഫ്ലോറിലേക്കാണ് ഞാൻ കയറി വന്ന്. നീ കൊണ്ടതാണോ എന്നെ? അത് ശരി. ഇങ്ങനെ വെളിവിലുണ്ടോ വേറെ ചില ഫ്ലോറിൽ കയറേണ്ടി വരും. ഹലോ, താജ് ഹോട്ടലല്ലേ? ഞാനിപ്പോ നമ്മുടെ മനസ്സൊരു മലർവാണി എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അതിൽ നിൽക്കാം. നമ്മുടെ ബൈജിയോസും രമ്മിയില്ലേ, എങ്കറെ പാട്ടൊക്കെ പാടുന്നത്, ഡാൻസൊക്കെ കളിക്കണത് കൂടെയുണ്ട്. ഇന്നൊരു കാര്യം ചെയ്യേ, സ്റ്റാർ വിത്ത് ഡിന്നർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വെച്ചോ. ധൈര്യമായിട്ട് നടത്തിക്കോ. ഓക്കെ. കോള് പോണ്ട. അല്ല, ഇത് സ്റ്റാർ വിത്ത് ഡിന്നർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പൊ നിങ്ങള് അത് 15,000 രൂപ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് നിങ്ങളുടെ കമ്മീഷൻ മേടിക്കാൻ വേണ്ടി. ഞങ്ങളുടെ അല്ല, അവരുടെ കമ്മീഷൻ മേടിക്കും. അല്ല, എനിക്ക് എന്ത് തന്നെയായാലും എനിക്ക് പണം കിട്ടിയാൽ മതി. എന്റെ രീതി അതാണ്. വന്ന് നിന്ന് ഇപ്പൊ ഞങ്ങളും വിറ്റ് ചേട്ടൻ പൈസ ഉണ്ടാക്കി. എനിക്ക് ഏത് രീതിയിലായാലും കുഴപ്പമില്ല, എനിക്ക് പണം വേണം. പണത്തിന് മാത്രമാണ് എന്റെ ലക്ഷ്യം. കാരണം പണം എന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു കാര്യം തന്നെ. പണത്തിന് മേലെ പരുന്തും പറക്കൂല. പരുന്താണോ എന്താണ് പറക്കുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പണം വേണം. അതിപ്പോ നിന്നെ കുത്തിപ്പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ പണം മേടിക്കും. എന്നെ കുത്തിപ്പിടിച്ചൊന്നും കിട്ടാൻ പോകില്ല. ചേട്ടന്റെ പേരെന്ന് പറയൂ. എന്റെ പേര് ലാസർ. ലാസർ. ചേട്ടന്റെ അക്കൗണ്ടിൽ അപ്പൊ കോടികളുണ്ടോ? എന്റെ അക്കൗണ്ടിൽ കോടികളുണ്ട്. പക്ഷെ അത് എനിക്ക് മാത്രം സൂക്ഷിക്കാനുള്ള കാശാണോ? ഇവർക്ക് പോലും ഞാൻ കൊടുക്കില്ല. ഈ പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ എനിക്ക് മാത്രം ഇതുള്ളതാണ്. ഞാൻ അതുപോലെ ഉണ്ടാക്കണതാണ്, വെട്ടിപ്പിടിച്ചുണ്ടാക്കണതാണ് പൈസ. അത് എനിക്ക് മാത്രം അവകാശപ്പെട്ട. ചേട്ടൻ അങ്ങോട്ട് പോകുമ്പോ കൊണ്ടുപോകുന്നുണ്ടോ?
എനിക്ക് അതൊക്കെ ഞാൻ ചിലപ്പോ കൊണ്ടുപോയി ഞാൻ ചിലപ്പോ പായൽ കെട്ടിപ്പൊഞ്ഞു കൊണ്ടുപോയി അതൊന്നുമില്ല. എനിക്ക് പൈസ വേണം അപ്പൊ. പൈസ തന്നെ പൈസ പൈസ പൈസ. എന്നാ ചേട്ടൻ ഒരു സെക്കൻഡ് ഒന്നും മിണ്ടാണ്ടിരിക്കും. എന്താ ചേച്ചി പ്രോബ്ലം? ഭയങ്കര ആർത്തിയാ. ഞാൻ ഇത്ര സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നാ എന്നെ കെട്ടിച്ചു വിട്ടത്. അപ്പൊ ഞാൻ സ്ത്രീധനമൊക്കെ കൊണ്ടുവന്ന് നല്ല പട്ടുസാരിയൊക്കെ, നല്ല വില കൂടിയ പട്ടുസാരിയൊക്കെ എനിക്ക് തന്നെ. അതിന്റെ ആ പട്ടുസാരിയൊക്കെ എടുത്ത് വിറ്റ് മറിച്ച് വിറ്റിട്ട് എനിക്ക് 150 രൂപയുടെ സാരിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ആ സാരി എടുത്ത് വേറെ ആൾക്ക് വിക്കി സെക്കൻഡ് ഹാൻഡ്. ഇതെന്തൊരു മോശമാണ്. ഇങ്ങനെ ആരെങ്കിലും എനിക്ക് പണമാണ് ആവശ്യം. ഞാൻ അതിനു വേണ്ടി എന്ത് വൃത്തിയോട് വേണം ചെയ്യും. അയ്യോ, ഇതിപ്പോ ഒരു മോളല്ലേ നിങ്ങക്ക്? ഇവക്ക് 15 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 15 വയസ്സിനിടയ്ക്ക് 23 വീട് മാറി. എന്തിനാ വീട് മാറുന്ന? എന്തിനാ? ഒരു വീട്ടിൽ താമസിക്കും, സ്വന്തം വീട് തന്നെയാ. ഒരു വീട്ടിൽ താമസിക്കുമ്പോ ആ വീട്ടില് ആരെങ്കിലൊക്കെ ചോദിക്കും വാടകയ്ക്ക് കൊടുക്കാൻ വീടുണ്ടോന്ന് ചോദിക്കും. എത്രയാ നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് ചോദിക്കും. അപ്പൊ പറയും 15,000 രൂപ ബഡ്ജറ്റ് എന്ന് പറയും. അപ്പൊ ആ ബഡ്ജറ്റ് ഈ വീട് എടുത്തോ, ഞങ്ങൾ വേറെ വീടുണ്ട്, ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് മാറി താമസിക്കാന്ന് പറയും. എന്നിട്ട് മാറി 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 ഇപ്പൊ സ്വന്തം വീട്ടിലല്ല താമസിക്കണം, 3000 രൂപയുടെ വീട്ടിലാ താമസിക്കണം. വീടുകൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കണേ. ചേട്ടനെ നല്ല ഒരു പിന്നെ ഞാൻ എന്താക്കുന്ന പൈസ എനിക്കല്ലേ? പൈസ ഒക്കെ വെച്ചോ. ചേട്ടന് ഇപ്പൊ അത്യാവശ്യം വേണ്ടത് പൈസ അല്ല, പിന്നെ നല്ലൊരു ഉപദേശമാണ് വേണ്ടത്. ഉപദേശമല്ല, നല്ലൊരു ക്ലാസ് വേണം. ചേട്ടൻ അത്രയും പണം കൊണ്ട് ഭ്രാന്തായിട്ടിരിക്കുന്നു. ഒരു നല്ല കൗൺസിലിംഗ് വേണം. മറ്റൊന്നുമല്ലേ, ജോർജ് അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടൻ കുറച്ചു നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ക്ലിയർ ആക്കി തരും അച്ഛൻ കാര്യങ്ങളെല്ലാം. പൈസ എനിക്ക് കിട്ടുമോ? അല്ല, ഇതിന് പൈസ കിട്ടില്ല, പക്ഷെ അതിനും വലിയ കുറെ സംഭവങ്ങൾ കിട്ടും. പൈസയിലും വലുത്. എന്തെങ്കിലും എനിക്ക് കിട്ടുവോ അല്ലേ? കിട്ടോ ഇരിക്കും. അത് മാത്രം. ശവപ്പെട്ടിക്ക് പോലും പൈസ കൊടുക്കാത്തതാ. നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു പുറത്തുനിന്ന്. പേര് ലാസർ അല്ലേ? ലാസർ. ട്രീസയാണ് ലാസറിനെ കൊണ്ടുവന്ന് പറഞ്ഞു കാണിക്കാൻ. എന്താ ലാസറിന്റെ പ്രശ്നം? എന്താ? ആർത്തിയാണ്, ഭയങ്കര ആർത്തി. കാശിനോട് ഭയങ്കര ആർത്തി. പണത്തോട് ആർത്തി. വീട്ടിലുള്ള സാധനങ്ങളകത്ത് വാഷിംഗ് മെഷീനൊക്കെ എന്റെ വീട്ടിൽ നിന്ന് തന്നതാ. വാഷിംഗ് മെഷീനൊക്കെ അപ്പൊ കാരണം ഞാൻ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ അലക്കി വെള്ള വസ്ത്രമല്ലേ, അപ്പൊ അതൊക്കെ അലക്കി മതിയായിട്ട് വീട്ടുകാർ മേടിച്ചു തന്നതാ. ആ വാഷിംഗ് മെഷീനൊക്കെ എടുത്തുകൊണ്ട് വിൽക്കും. എന്ത് പറഞ്ഞു? അല്ല അച്ഛോ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കഷ്ടപ്പെട്ട് വന്ന ആളാണ്. കഷ്ടപ്പെട്ട് അത്ര വന്ന ആളാണ്. അപ്പൊ പൈസക്ക് വേണ്ടി ഞാൻ ഒരുപാട് അലയും. നമ്മൾ കുടുംബമുള്ളപ്പോൾ ആ കുടുംബത്തോട് ഉത്തരവാദിത്വമില്ലേ? അപ്പൊ പൈസ ഉള്ള നല്ല കാര്യം. പൈസയുടെ ഉപയോഗം എന്താ? ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? എനിക്ക് കിട്ടിയ പൈസ എനിക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ഞാൻ അങ്ങനെ അച്ഛോ ഞാൻ അനുഭവിച്ചുള്ളത്. ഒരു 10 പൈസയ്ക്ക് വേണ്ടി ഞാൻ അനഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതെന്റെ മനസ്സിൽ കയറി കിടന്നതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു പൈസ പോലും ആർക്കും കൊടുക്കില്ല എന്നൊരു പിടിവാശിയും സംഭവങ്ങളും പൈസയ്ക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. ആ പിടിവാശിയിൽ വീട്ടിൽ കിടക്കുന്നത് എന്താണ്? സ്വന്തം മാതാപിതാക്കന്മാരുള്ള വൈരാഗ്യമല്ലേ? ചെറുപ്പത്തിൽ അപ്പനും അമ്മയും ഒന്നും തന്നിട്ടില്ല. രാസന്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റി തന്നില്ല. അപ്പൊ അവര് വിഷമിച്ചിട്ടുണ്ട്. അവര് മരിച്ചുപോയില്ലേ അല്ലേ? അപ്പൊ അവരോട് പ്രതികാരം ട്രീസയോടും ആൻമേരിയോടുമാണ് കാണിക്കുന്നത്. അത് സംഭവിക്കുന്ന വസ്തു പറഞ്ഞാൽ ഞങ്ങൾ സൈക്കോളജിയിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. സ്വന്തം അപ്പനോടും അമ്മയോടും ഉണ്ടായിരുന്ന ആ വൈരാഗ്യം, ദേഷ്യം, അത് അവരോട് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല. അവർ മരിച്ചുപോയി. ഇപ്പോൾ അവരോട് ദേഷ്യം സ്വന്തം ഭാര്യയോട് ട്രീസയോടും ആൻമേരിയോടും കാണിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് അപ്പനും അമ്മയോടെ ദേഷ്യം മാറുമോ? ചെറുപ്പത്തിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? ചെറുപ്പം പ്രശ്നം ഉണ്ടായത് അതൊക്കെ ഒരു വിഷമമായിരുന്നു. ചില കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പിന്നെ വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇപ്പൊ പെരുമാറിയതുകൊണ്ട് അത് ശരിയാവുമോ? ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറുപ്പത്തിൽ അങ്ങനെ ആയതുകൊണ്ട് അത് മറക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം പ്രതികാരത്തോടുകൂടി പ്രവർത്തിക്കുക, ഇവർക്കൊന്നും കൊടുക്കാതിരിക്കുക, അവരുടെ ആവശ്യം നിറവേറ്റാതിരിക്കുക, അത് തെറ്റായ സമീപനമല്ലേ? പിന്നെ ഞാൻ കാണുന്നത്, ഇപ്പൊ ഞങ്ങൾ സൈക്കോളജിയിൽ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, ഈ നാർസിസിസം. വലിയ വാക്കാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അമിതമായ സ്വാർത്ഥത. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന കാര്യത്തിനാണ് നാർസിസിസം എന്ന് പറയും. രാജകുമാരന്റെ കഥയാണത്. ഒരു സ്വന്തം ഇമേജിൽ ഒരു സ്നേഹം കാണിച്ചു. കണ്ണാടിയെ നോക്കി, വെള്ളത്തിൽ നോക്കി, ആ വെള്ളത്തിൽ നിഴൽ കണ്ടു. സ്വന്തം മുഖമാണേ. ആ വ്യക്തിയോട് ഭയങ്കരമായ താല്പര്യം തോന്നി. ആ വെള്ളത്തടി കണ്ട ഇമേജിനോട് അതെപ്പോഴും കാണാൻ പോവുക. അതിനാണ് നാർസിസിസമാണ്, സ്വാർത്ഥത. ഇപ്പോൾ ലാസറിന് അതാ പ്രത്യേകത. സ്വന്തം കാര്യം മാത്രം, എന്റെ കാര്യം മാത്രം. എനിക്ക് പൈസയുണ്ട്, അതെനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്റെ ഭാര്യയും കുട്ടിയും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ബേസിക്കലി ലാസറിന്റെ പ്രോബ്ലം എന്താ? പണത്തോട് ആർത്തിയുടെ പിന്നിൽ കിടക്കുന്ന കാരണം എന്താ? സ്വാർത്ഥത അല്ലേ?
സ്വന്തം കാര്യം മാത്രം നടത്തുന്നുള്ള ആഗ്രഹം, മറ്റുള്ള കാര്യത്തിൽ എപ്പോഴും താല്പര്യമില്ല. ആ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കേണ്ടതല്ലേ? ആ സ്വഭാവം എങ്ങനെ കിട്ടിയത്? ചെറുപ്പത്തിലാണ്. അത് മാറ്റിയെടുക്കാമല്ലോ. എങ്ങനെയാ മാറ്റിയെടുക്കേണ്ടത്? എങ്ങനെ മാറ്റിയെടുക്കുക? എങ്ങനെയാ ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ സാധാരണ കൗൺസിലിംഗിൽ ഉത്തരം കൊടുക്കുകയല്ല ചെയ്യുന്നത്, ചിന്തിക്കാൻ പറയും, സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറയും. ഈ സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അപ്പൊ എന്റെ ആ സ്വാർത്ഥ മനോഭാവം കളയണം. അതെങ്ങനെ കളയും? ഞാൻ ഇവരുടെ കാര്യങ്ങൾ കൂടുതൽ ഞാൻ ഇവരിലേക്ക് അടുക്കണം. എന്റെ സാമ്പത്തികമായ കാര്യങ്ങളും ഇവരെയും കൂടി ഏൽപ്പിക്കണം. രണ്ടാമത്, ലാസ്റ്റ് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? പൈസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, നല്ല കാര്യം. നല്ല മാർഗം നമുക്ക് പൈസ പതിത്തും ഉണ്ടാവും അല്ലെ? അധ്വാനിച്ച്. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു, എനിക്ക് ശമ്പളം കിട്ടുമായിരുന്നു, അത് ന്യായമായി വെച്ച് കിട്ടിയ പൈസയാണ് അല്ലേ? ഒരു കൂലിപ്പണിക്കാരൻ ജോലിക്ക് പോകുന്നു, ദിവസത്തിന്റെ അവസാനം പൈസ കിട്ടും, അത് ന്യായമായ പൈസയാണ്. അങ്ങനെ കിട്ടുന്നത് കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് ലാസ്റ്റ് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അധ്വാനിച്ച് ന്യായമായ വിധത്തിലാണോ അതോ തെറ്റായ വിധത്തിലാണോ? തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയിട്ട. എന്തൊക്കെ തട്ടിപ്പാണ് നടത്തുന്നത്? പല തട്ടിപ്പും നടത്താറുണ്ട്. കേൾക്കട്ടെ. നല്ല പലിശയാ. പലിശ. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുന്ന ആഗ്രഹം. പിന്നെ അല്ലറ ചില്ലറ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ, ഭൂമി തട്ടിപ്പും. ഉണ്ടാക്കിയ പൈസ എല്ലാം അന്യായമായ വിധത്തിലാണ്. ബ്ലേഡ് കമ്പനി നടത്തി, പലിശ കൊടുത്ത്, പണം കൊടുത്തു, പൈസ കിട്ടിയില്ലെങ്കിൽ കൊട്ടേഷൻ കാര്യം വിടുന്നു, എല്ലാം തെറ്റായ കാര്യങ്ങളല്ലേ? അപ്പൊ വാസ്തവം പറഞ്ഞാൽ സ്വാർത്ഥത മാത്രമല്ല, ലാസറിന് ഒരു ക്രിമിനൽ ടെൻഡൻസി വരും അല്ലേ? പൈസയ്ക്ക് വേണ്ടി ഏത് മാർഗം ഉപയോഗിക്കാന്നുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രവണത വരുമുണ്ട് അല്ലേ? അങ്ങനെ വല്ല കേസൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ കൊട്ടേഷൻ നഗരത്തിൽ വിട്ട് പാവപ്പെട്ടവരെ ഉപദ്രവിച്ചു, പൈസ വാങ്ങിച്ചു, അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രാവശ്യം അപ്പൊ ഇതെല്ലാം തെറ്റായ മാർഗത്തിൽ കൂടെ പൈസ ഉണ്ടാക്കിയത്. ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്താ ഗുണമുണ്ടായത്? സുഖമായിട്ട് കുറച്ച് ജീവിച്ചു, നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, നല്ല കാറ് വാങ്ങിച്ചു, അല്ലാതെ സ്വന്തം കുടുംബത്തെ നോക്കിയിട്ടുണ്ടോ? പ്ലീസ് ആൻമേരി, എന്താ പപ്പ എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ? അപ്പൊ ഒന്നും വാങ്ങിത്തരാറില്ല. എപ്പോഴും പൈസയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ പറ്റിയൊന്നും ആലോചിക്കാറൊന്നുമില്ല. എനിക്കിപ്പോ സ്കൂളിൽ പോവാൻ ബാഗോ ബുക്സോ അതൊന്നും വേണോന്ന് പോലും ചോദിക്കാറില്ല. എനിക്ക് നല്ല ഡ്രസ്സൊന്നും വാങ്ങിത്തരാറില്ല. ഭക്ഷണം പോലും ഞങ്ങൾക്ക് അങ്ങനെ വാങ്ങിത്തരാറില്ല ഒന്നും. വീട്ടിലെ ചേട്ടന്റെ പെരുമാറ്റം എങ്ങനെയാ? ആവശ്യങ്ങളൊക്കെ എന്റെ അച്ഛനും അമ്മയും നടത്തി തരണേ. എന്റെയും കൊച്ചിന്റെ ആവശ്യം. ഇദ്ദേഹമായിട്ടൊന്നും വാങ്ങിത്തരുമൊന്നും ചെയ്യത്തില്ല. ഞങ്ങൾ നല്ല ഭക്ഷണം പോലും കഴിക്കാറില്ല അച്ഛൻ. ഇങ്ങനെ പൈസ ഉണ്ടാക്കൊണ്ട് എന്താ ഗുണം? സ്വന്തം ഭാര്യ പട്ടിണി കിടക്കുന്നു, നല്ലൊരു ഡ്രസ്സില്ല, മോക്ക് നല്ല ഡ്രസ്സില്ല, ഒരു കാര്യം വാങ്ങിച്ചു കൊടുക്കില്ല. ഇങ്ങനെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് ആർക്കാ എന്താ ഗുണം ഉണ്ടാകുന്നത്? ലാസ്റ്റ് ഭക്ഷണം കഴിക്കുന്നു, ശരി, നല്ല കാര്യം. പക്ഷെ ഇവരുടെ കാര്യം ആരാ നോക്കുന്നത്? കല്യാണം കഴിച്ചപ്പോൾ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലേ? പ്രോമിസ് ചെയ്തില്ലേ? പള്ളി വെച്ച് ഞാൻ എന്റെ ഭാര്യയെ തീറ്റിപ്പോറ്റാമെന്നൊക്കെ പ്രോമിസ് ചെയ്തില്ലേ? അതൊക്കെ എങ്ങനെയായി? ആ വാഗ്ദാനം പോലും കീപ്പ് ചെയ്തിട്ടുണ്ടോ? കല്യാണം കഴിക്കുന്ന വലിയ ആഗ്രഹമൊന്നും ഉണ്ടായില്ല. അത്രയും പൈസ പോവില്ലേ എന്ന് കരുതിയിട്ട്. പിന്നെ വീട്ടുകാരുടെ കല്യാണം കഴിച്ചു അല്ലേ? കല്യാണം കഴിച്ചു, ഒരു കുട്ടിയായി, ഇനി അവരുടെ കാര്യം നോക്കണ്ടേ? അപ്പൊ ഇനിയോട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്ന്, നമുക്ക് പൈസ ആവശ്യമാണ്, വളരെ അത്യാവശ്യമായ കാര്യമാണ് പൈസ അല്ലേ? പണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല. നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. അപ്പോൾ പൈസ വേണം, പണം വേണം. പക്ഷെ നല്ല മാർഗത്തിൽ കൂടെ ഉണ്ടാക്കാൻ നോക്കുക. കുടുംബസ്വത്തായിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. കുടുംബത്തിൽ നിന്നും കിട്ടിയില്ലേ? ഉണ്ടോ, എല്ലാം ഉണ്ട്. അതിന് പിന്നെ ഉണ്ടാക്കണം. അതല്ലേ ഞാനും കൊണ്ടുവന്ന് കൊറേ. ഇത് വാസ്തവം പറഞ്ഞാൽ ഒരു ആസക്തിയാണ്. ഇപ്പം ക്രീസ പറഞ്ഞു കുടുംബത്തിൽ പൈസ ഉണ്ടായിരുന്നു പറഞ്ഞു, പിന്നെ ഉണ്ടാക്കണം എന്നുള്ളത്. ക്രീസയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, അതും പോരാ, പിന്നെ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് അവസാനം എന്താ? ഞാൻ പറഞ്ഞില്ലേ, നല്ല സാരി പോലും ഇല്ല അച്ഛോ. നല്ല സാരി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അത് എടുത്തോണ്ട് പോകും, അത് മറച്ചു വെക്കും. ലാസ്റ്റ് ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ബൈബിൾ യേശുവിന്റെ ഒരു ഉപമയുണ്ട്. എന്താ? ഒരു വലിയ പണക്കാരൻ, അയാൾക്ക് നല്ല ഒരുപാട് ധാന്യങ്ങൾ കിട്ടി, പത്താഴം നിറച്ചു വെച്ചു. അവസാനം പറയാ സന്തോഷിക്കുക, പത്താഴത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, സന്തോഷിക്കുക. അപ്പൊ ദൈവം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ബൈബിൾ വായിക്കാറുണ്ടോ? ഇനി രാത്രി ഇന്ന് ജീവൻ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് ഗുണമുണ്ടായോ? പത്താഴം നിറയെ ധാന്യങ്ങളുണ്ട്, അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഉറങ്ങാൻ പോയി, മരിച്ചുപോയി. പല ഗുണമുണ്ടായോ? നല്ല പേരാണല്ലോ നാസർ എന്ന്. ബൈബിളിലെ നല്ല മനുഷ്യനാണ് നാസർ, ബൈബിളിലെ ഇല്ലേ?
അപ്പം ഈ സ്വഭാവം ഒന്ന് മാറ്റിക്കേ. ഈ പണത്തോടുള്ള അമിതമായ ആർത്തി. പണം ഉണ്ടാക്കിക്കോ, ആവശ്യപ്പോ ഉണ്ട്. ന്യായമായി വെച്ച് കിട്ടുന്ന പൈസ ഉപയോഗിച്ചോ, തെറ്റൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഭാര്യയും മകളെയും നോക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ വലിയ വലിയ ഹോട്ടലുകളൊക്കെ പോയി അങ്ങനെ സുഖമായി ജീവിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? വന്നപ്പോൾ നമ്മളെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു ലാൻസർ മലയാളിയെന്ന്. കളിയാക്കി വിളിച്ചതല്ലേ. അങ്ങനെ വലിയ വലിയ കാറൊക്കെ വാങ്ങിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ആഡംബര ജീവൻ നയിക്കുന്നു. അതിന് കാരണം എന്താ? എന്ത് വലിയ ആളാണെന്ന് തെളിയിക്കാൻ നോക്കുക അല്ലേ. ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു, എന്നാ വലിയ ലാൻസർ കാർ. അപ്പൊ ഇതൊക്കെ ഒരു അവകാശബോധത്തിൽ വരുന്നതാണ്. ജീവിതത്തിൽ ചെറുപ്പത്തൊന്നും ഇല്ലായിരുന്നു, അന്ന് കാണിച്ചു തരാമെന്നുള്ള തെളിയിക്കാനുള്ള പ്രവണത, അതൊന്ന് മാറ്റിയെടുക്കണം. ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു കേൾക്കട്ടെ. അപ്പൊ നമ്മൾ കുറച്ച് സമയം ഞാൻ സംസാരിച്ചു. ലാസറിന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം മാറ്റം വരുത്തും? ബൈബിളൊന്നും അങ്ങനെ വായിക്കാറില്ല ചോ. പക്ഷെ ലാസറിന്റെ പേര് പറഞ്ഞപ്പോഴിപ്പോ മനസ്സിലായത് ലാസറിന്റെയും ധനവാന്റെയും ഒരു ഉപമ അല്ലേ. ലാസറായിരുന്നു, പാവപ്പെട്ടവനായിരുന്നല്ലേ. മലയാളിക്ക് എന്താ പറ്റിയത്? ബൈബിളിൽ സ്വർഗത്തിൽ പോയില്ല, ലാസർ സ്വർഗത്തിൽ പോയി. അതന്നെ. അപ്പൊ എന്റെ പേരിനെ അനുബന്ധിച്ചുള്ള ഒരു നടപ്പായിരിക്കണം ഞാൻ നടക്കേണ്ടത് അല്ലേ. ഞാൻ നടക്കാച്ചു. അപ്പൊ ട്രീസ ചില കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ചോദിക്കണം കേട്ടോ. തീർച്ചയായിട്ടും എനിക്ക് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം. നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലേ? ലാസർ വലിയ ഹോട്ടലിൽ പോയി, 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിക്കുന്നു, ഇവര് ഭക്ഷണം കിടക്കുന്നു, ഒന്നുമില്ല, കഞ്ഞിയും കപ്പയും കഴിക്കുന്നു. അത് ശരിയല്ലല്ലോ. നല്ല ഭക്ഷണം വീട്ടിൽ ആദ്യം കൊടുക്കും, കൂട്ടുകാർക്ക് കൊടുക്കുന്നതിനേക്കാൾ ആദ്യം കൊടുക്കേണ്ട കൂടെയാണ്. ചേട്ടാ പോകുമ്പോ തന്നെ ഭക്ഷണം മേടിച്ചു മോൾക്ക് നല്ല ഭക്ഷണവും നല്ല ഡ്രസ്സും ഒക്കെ ഇപ്പൊ പോകുമ്പോ മേടിച്ചു തരും. പിന്നെ ഇവിടെ ഒരു റോസേട്ടൻ എന്നെ കളിയാക്കില്ല ആൻസർ മുതലെന്ന് വിളിച്ചപ്പോ എനിക്ക് അങ്ങനെയൊന്നും വലിയ ഫീലിംഗ് ഒന്നും തോന്നിയില്ല. പക്ഷെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്കൊത്തിരി ഫീലിംഗ് ആയി. ഇതങ്ങോട്ട് മാറ്റിയെടുക്കാവുന്നുള്ളൂ. ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് മനസ്സിൽ ഇതൊന്നും എന്നെ ആരും പറഞ്ഞു തരാനോ അതിനൊന്നും ഞാൻ ചെവി കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ എന്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് വന്നപ്പോ എന്റെ മനസ്സിൽ ഒരു സന്തോഷം തോന്നുന്നു. ഞാൻ പരമാവധി അച്ഛന്റെ വാക്കുകൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാച്ചു. ഒരു കാര്യം ചെയ്യാവോ, ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് വരാമോ? അത്രമാത്രം ചേഞ്ച് ഉണ്ട്. തീർച്ചയായും വിളിച്ചാൽ മതി കേട്ടോ. പുള്ളി സ്വന്തം അനീതിയുടെ കല്യാണത്തിന് സ്വർണം മേടിക്കാൻ പോയച്ചോ. എന്നിട്ട് അവിടുന്ന് കമ്മീഷനും കൂടി മേടിച്ചു, ആരും അറിയാണ്ട്. പക്ഷെ ഞാൻ കണ്ടായിരുന്നു അത് വളരെ മോശമായി പോയില്ലേ. ട്രീസായ്ക്ക് എത്രമാത്രം ഫീൽ ചെയ്യും സ്വന്തം അനിയത്തിയിലെ. ഇതൊക്കെ നോക്കിക്കേ, അവിടെ കമ്മീഷൻ വാങ്ങിച്ചത് സ്വന്തം വീട്ടുകാരല്ലേ. അപ്പൊ പണത്തോടെ ആർത്തി പറഞ്ഞാൽ മതി. അതായത് സംഭവിച്ചു പോയി, ഇനി ഉണ്ടായതോട്ടെ. ട്രീസാരോട് മറന്നേരം കേട്ടോ, അത് നടക്കരായി പോയി. പോട്ടെ, ക്ഷമിച്ചത് കേട്ടോ. പോട്ടെ എന്നാച്ചോ മോളെ, എനിക്ക് സ്തുതി കൊടുത്തേ. ഇത്രയും നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ലാസർ എന്ന പേര് വളരെ അർത്ഥമാക്കിയിട്ട് ഞാൻ ഇനി വരുള്ളൂ. ഓക്കെ, ലാസർ മുതലാളി മാനസാന്തരപ്പെട്ട് ആ ലാൻസർ കളയുമ്പോ എനിക്ക് വന്നേക്കണം. ലാസറിന് ഇന്ന് പോയൊരു ബിരിയാണി കോളടിച്ചല്ല. എന്റെ മോൾക്ക് ബിരിയാണി നല്ല പണ പറഞ്ഞു തന്നതാ. ഇത് നിങ്ങൾക്കും ബിരിയാണി. എനിക്ക് കൂടുതലുണ്ട്. അച്ചോ ബിരിയാണി വീട്ടിലേക്ക് ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ അതിന്റെ ചില കാര്യങ്ങൾ ഞാനിവിടെ പ്രകടമാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ മനസ്സൊരു മലർവാടി എന്റെ മനസ്സൊരു മലർവാടിയേക്ക് തീർത്തു നിങ്ങൾ. അതെ, എന്തായാലും ലാസറിനെ കുഴിമാടത്തിൽ നിന്ന് ഉയർത്തിയ കർത്താവ് ചേട്ടന്റെ കൂടെ ഉണ്ട്. ചേട്ടൻ ഇപ്പൊ പണം എന്ന കുഴിമാടത്തിൽ നിന്ന് ഉയർത്തി കഴിഞ്ഞു. തീർച്ചയായും മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, ശരി. വാ പോവാ മോളെ, വാ. നല്ല ഐസ്ക്രീം ഒക്കെ കഴിച്ച് നല്ല ബിരിയാണി ഒക്കെ കഴിച്ച്. പണത്തിനോടുള്ള ആർത്തി ഒരു പാവാണോ? എനിക്കുണ്ട് ചോർത്തി. പണത്തോട് ആഗ്രഹം കുഴപ്പമില്ല, അത്യാഗ്രഹം, ആർത്തി. അതിനോട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ആഗ്രഹമാണോ അമിതമായിട്ടുള്ള എന്താണോ? അമിതമായിട്ടുള്ള ആർത്തി തെറ്റാണ് തീർച്ചയായിട്ടും. പാവം തന്നെയാണ് ഗ്രീഡ് എന്നൊക്കെ പറയുന്നേ. ഞാനീ തുച്ഛവരുമാനക്കാരനല്ലേ, ഞാനങ്ങനെ സംഭാവന കൊടുക്കേണ്ട കാര്യമുണ്ടോ? പണം കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് പണം ഉണ്ടെങ്കിൽ, ഒരുപാട് പണം ഉണ്ടെങ്കിൽ അനുസരിച്ച് കൊടുക്കുക. ചെറിയ ശമ്പളമാണെങ്കിൽ അതനുസരിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കഴിവനുസരിച്ച് സംഭാവന കൊടുത്താൽ മതി. ശരി അച്ചു.
ശരിയെന്നാ എന്താ ജോസേട്ടാ ഒരു കിട്ടിയത് പോലെ കിട്ടിയത് പോലെ എല്ലാ മനുഷ്യരിലും ഉണ്ട് ഇതുപോലത്തെ അസുഖങ്ങൾ. ചെറുതായിട്ട് ഉണ്ടാവും അതൊക്കെ. അല്ല അച്ഛനിപ്പൊ ചെയ്തവർക്ക് വലിയ കാര്യം എന്താ? ആ പുള്ളിനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോ ആ പുള്ളിയുടെ കയ്യിലിരുന്ന പൈസ മുഴുവൻ കൊടുക്കാണ്, ദാനം ചെയ്യാണ്. കാര്യം ഇപ്പൊ നമുക്ക് കിട്ടിയത് വലിയ കാര്യമാണ്. പക്ഷെ അത് ചെയ്യിക്കാനൊരു അവസരം ഉണ്ടായത് അച്ഛന്റെ ഉപദേശത്തിൽ നിന്നല്ലേ. കർത്താവ് സഖ്യവീസിന്റെ വീട്ടിൽ ചെന്ന പോലെ. ഇതിപ്പോ ബൈജു സാറിന് ആവശ്യമില്ലാന്ന് എനിക്കറിയാം. അതെ ചോദിക്കണു, കൈ നീട്ടിയിരിക്കുന്നുണ്ടല്ലേ കാര്യം നടക്കും. ജോസേട്ടാ അവിടെ പണിയുണ്ട്. ചേട്ടൻ ഇത് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചേട്ടന് തരുകയാണ്. താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ എന്നോട് വരും ചോദിക്കാൻ. ഇപ്പൊ വണ്ടി തിരിഞ്ഞു. നല്ല മനസ്സിനെ മാത്രം തന്നാൽ നല്ല മനസ്സിന് മാത്രം കൊടുത്താൽ നല്ല മനസ്സ്. അല്ല ഇത് മനസ്സ്. അല്ല ഇത് എല്ലാവരുടെ അടുത്തും പൈസ വാങ്ങുന്നുണ്ട്. കാര്യം എന്താ? എനിക്ക് ഒരുപാട് പ്രാരാബ്ദമില്ല. അതിന് അത്യാവശ്യം നല്ല മാന്യമായിട്ടുള്ള ശമ്പളം ഇവിടുന്ന് കിട്ടണ്ടല്ലോ. ഇല്ലാതൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്നിട്ട് വൈകുന്നേരം ഓരോരുത്തും ജീവിത ചെലവനുസരിച്ച് അത് പോരാ. അല്ല പണത്തോടുള്ള ആക്രാന്തം പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആക്രാന്തമല്ല പറഞ്ഞേ. ഇവിടെ ഇനി മേലിൽ തട്ടിപ്പറിക്കും. ഇല്ല ഒരിക്കലും വേണ്ട പൈസ. ഇത് ചുമ്മാ പോയിട്ട് വൈകുന്നേരം പോയിട്ട് ചെയ്യാനല്ല. ഇത് ഞാൻ തരുന്നത് ഇനി മേലിൽ ആരും തട്ടിപ്പറിക്കില്ല. കൊടുക്കണോ? പിന്നെ കൊടുത്തേക്ക്. പിന്നെ വേണ്ട, നിങ്ങക്ക് നല്ലത് വരും. ഹാപ്പിയായില്ലേ? കണ്ടാ സെക്കൻഡിലോടി പൈസ ഇപ്പൊ ഓടിയുന്നുണ്ടോ? ഇങ്ങനെയാണ് ചില ആളുകള്. എന്താ പൈസക്ക് വേണ്ടിട്ടല്ലേ? എന്താണല്ലേ രമ്യ ഈ പൈസ എന്ന് പറഞ്ഞ സാധനം? പൈസക്ക് മേലെ പരുന്തും പറക്കൂല. പരുന്തും തന്നെയല്ല, ഒരു പക്ഷിയും പറക്കൂല. അല്ല മണി പവർ അല്ലേ ഇന്നത്തെ കാലത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു റെസ്പെക്ട് വേണമെങ്കിൽ യു നീഡ് ആ ഒരു പൈസ തന്നെയാണ്. പൈസ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ആണെങ്കിൽ ആ ഒരു റെസ്പെക്റ്റും ഇതും വരുമെന്നാണ് ചിലരുടെ ഒരു തെറ്റിദ്ധാരണ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ പോണത്. തെറ്റായിട്ടുള്ള രീതിയിലും പലതും ഓരോന്നും ചെയ്ത പൈസ നേടാനായിട്ട്. പണം വേണം, പണം വേണം, ആവശ്യത്തിന് മാത്രം മതി. അതിൽ കൂടുതലായാൽ അഹങ്കരിക്കും. തീർച്ചയായിട്ടും നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ തന്നെ ചീത്ത രീതിയിലേക്കൊക്കെ പിന്നെ ഡൈവേർട്ടഡ് ആയി പോവും ഒക്കെ. എല്ലാം ഒരു മിതത്തിന് മതി. അമിതമായാൽ അമൃതം വിഷം തന്നെയാണ്. ആളുകൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ടാവും. ചോദിക്കാം. ഇവർക്ക് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. ഇങ്ങനെ ഈ പണത്തിനോടുള്ള ആർത്തി ഇതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒന്ന് ഇപ്പൊ ആർത്തി എന്ന് പറയുമ്പോൾ പല വിധത്തോട് ചില ആളുകൾക്ക് ഭക്ഷണത്തോടാണ്, നല്ല ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി ഉണ്ടാവും. വേറെ വ്യക്തികൾക്ക് പിന്നെ പൊസിഷൻ, സ്ഥാനം കിട്ടാനുള്ള ആർത്തി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് പണത്തോടുള്ള ആർത്തിയാണ്. അതിന് പല കാരണങ്ങൾ കാണും. ചില ആളുകൾക്ക് ഒരു പണത്തോടൊരു അമിതമായ താല്പര്യം ഉണ്ടാവുന്നു. അവരുടെ അരക്ഷിത ബോധം കൊണ്ടായിരിക്കും. സ്വന്തമായ പൈസയൊന്നുമില്ല, ചെറുപ്പത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിച്ച ആളാണ്. അപ്പൊ ഇനി എങ്ങനെ ജീവിക്കും? ഒരു റിയാക്ഷൻ ഉണ്ടാവും. ചെറുപ്പത്തിൽ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഈ ഭാവിയിൽ നന്നായിട്ടൊക്കെ ജീവിക്കണം. അപ്പൊ അതിന്റെ ഒരു റിയാക്ഷനായിട്ട് പണത്തോട് ആർത്തി ഉണ്ടാകും. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് പണമുണ്ട് ശരിയാണ്, അത് പണം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഭാവിയെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകും. ന്യായമായ വിധത്തിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അത്യാഗ്രഹത്തിന് പോകരുത്. ഈ അത്യാഗ്രഹ കുഴപ്പമുണ്ടാകുന്ന ഈ പണത്തോടുള്ള ആർത്തി എന്ന് പറയുമ്പോൾ ഒരു അത്യാഗ്രഹമാണ്. പണം വേണം, അതിന് നമുക്കതിന് ആവശ്യമുണ്ട്, ഉപയോഗമുണ്ട്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കുഴപ്പമില്ല. ക്ലിയർ ആയില്ലേ? ഹാപ്പിയായില്ലേ? ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയം ചോദിക്കാൻ വേറൊരു ഗസ്റ്റും കൂടെ, വേറൊരു വളരെയധികം നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു അതിഥി തന്നെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തും നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇന്നിവിടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ഫൈസൽ കോറോത്ത് സാറിനെ വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമ്മുടെ മനസ്സൊരു മലർവാടിയുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം സർ. സാറിന് സുഖം? നമ്മുടെ ഈ പ്രോഗ്രാം മനസ്സൊരു മലർവാടി സാറ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതെ, ഈ പ്രോഗ്രാമിൽ നമ്മൾ സാർ കാണാറുണ്ടല്ലോ. അപ്പം സൊസൈറ്റിയിൽ നമ്മൾ യൂഷ്വൽ എപ്പോഴും ഫേസ് ചെയ്യണ ഓരോരോ പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യണത്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഇതൊരു ക്രിമിനൽ ഒരു കേസായിട്ട് ഇതിനെ എടുക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു കുറ്റവാളിനെയൊക്കെ സാർ ഫേസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല. സംഭവം എന്ന് പറഞ്ഞാല് പണത്തോടുള്ള അമിതമായ ഒരു ആസക്തി, അത് വേറെ ആക്രാന്തം എന്നൊക്കെ പറയില്ല നമ്മള്. അങ്ങനെയുള്ള ആളുകള് ഒരുപാട് ക്രിമിനൽ കേസുകളിലൊന്നും പെടും അല്ലേ? കാരണം പണം ആണല്ലോ എല്ലാത്തിന്റെയും, എല്ലാ കൊലപാതകത്തിന്റെയും പല കാര്യങ്ങളുടെയും പിന്നിൽ പണത്തിനോടുള്ള ആക്രാന്തമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരെ നിങ്ങൾ നിത്യജീവിതത്തിൽ നിങ്ങളുടെ പല സ്റ്റേഷനുകളിലായിട്ടും പലപ്പോഴായിട്ട് കണ്ടുമുട്ടാൻ ഇടയായിട്ടുണ്ടാവും. അല്ലേ? അതിനെക്കുറിച്ചൊരു
ബ്രീഫായിട്ടൊരു കാര്യം എന്തെങ്കിലും. അതായത് പണത്തോടുള്ള ആർത്തി മാത്രമല്ല യഥാർത്ഥത്തില് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കുള്ള ഒരു പ്രധാന കാരണം പണം മാത്രമല്ല, മറ്റു പല ഘടകങ്ങളും ഉണ്ട്. ഇതുപോലെ ക്രിമിനലിസത്തിലേക്ക് നയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഇപ്പോ കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ട്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡ്രഗ്സ്, അത് വലിയൊരു വിഷയമാണ്. പിന്നെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, ഫാമിലി റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ നിരവധി ഘടകങ്ങളാണ് ഇങ്ങനെ ഈ ക്രിമിനൽ പശ്ചാത്തലത്തിൽ, അതായത് ക്രൈമിലേക്ക് നയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുപോലെ അതിൽ ഒരു വലിയൊരു ഭാഗം ഇതാണ്. കാരണം പണത്തോടുള്ള ഈ പറഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ പണം ചെലവാക്കാനായിട്ട് നിരവധി മാർഗങ്ങളുണ്ട്. ഒരുപാട് മേഖലകൾ, പണം ചെലവാക്കാൻ പറ്റുന്ന പുതിയ പുതിയ മേഖലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ എപ്പോഴും ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് എല്ലാം. അപ്പൊ അതിലേക്ക് മറ്റുള്ളവർ ആസ്വദിക്കുന്നത് കാണുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിത രീതി കാണുമ്പോഴൊക്കെ അതെങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അതിനുള്ള റിസോഴ്സസ് ഇല്ലാതാവുമ്പോൾ അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ എടുക്കാം, എങ്ങനെ ലൂട്ട് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ്, അങ്ങനെയുള്ള ആ മെന്റാലിറ്റിയാണ് ഇത്തരം ക്രിമിനൽ നടപടികളിലേക്ക് പോകുന്ന കാരണം. ബേസിക്കായിട്ട് പണത്തോടുള്ള ആക്രാന്തം തന്നെയാണ് പല വലിയ ഉണ്ടായത് തന്നെ അങ്ങനെയാണല്ലോ. പണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരാളെ കൊല്ലാൻ തന്നെ അവര് അതെ, പലപ്പോഴും അങ്ങനെ തന്നെയാണ്. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഒരു നിലയ്ക്കും കാണാത്ത നമുക്കിപ്പോ ഒരു വൈരാഗ്യം വേണമല്ലോ. നമ്മളൊരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം, ദേഷ്യം, ഇതൊന്നുമില്ലാത്ത ഒരാളെ, ആദ്യമായിട്ട് കാണുന്ന ഒരാളെ കൊല്ലാനുള്ള ഒരു മനസ്സ് വരിക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു ഒരു മാനസികാവസ്ഥയാണ്, ഒരു ക്രിമിനൽ മെന്റാലിറ്റിയാണത്. ഇങ്ങനെ വരുമ്പോ ആള് മാറിയൊക്കെ ചിലപ്പം, പിന്നെ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ആള് മാറിയിട്ട് ഈ പറവൂര് നടന്നിട്ടുണ്ടല്ലോ ഒരു സംഭവം. ഒരു ഹോട്ടലിൽ ഒരു കയറി വന്നിട്ട് ഒരാളെ കണ്ട് വെട്ടി വീഴ്ത്തിയില്ലേ. കുറെ കഴിഞ്ഞപ്പോഴാണ് മഞ്ഞ ഷർട്ട് ഇട്ട് ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു. മഞ്ഞ ഷർട്ട് ആ സമയത്ത് ആരോ വേറെ ഒരാൾ വന്ന് കയറിയിരുന്നു. അപ്പൊ അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം ഡ്രഗ്സ്, അത് വലിയൊരു വിഷയമാണ്. ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഈ ഇരിഞ്ഞാലക്കുട ഈ അടുത്ത് തന്നെ ഒരു മർഡർ നടന്നല്ലോ. അതിൽ 28 വയസ്സുള്ള അവന് 37 കേസാണ്. അപ്പൊ അത്രയും കാലയളവിൽ അത്രയധികം കേസുകൾ അവൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ പണത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളും കൂടി ഉണ്ട്. എന്നാലും പണമാണ് ഒരു മുഖ്യമായിട്ടുള്ള ഒരു ക്രൈമിലേക്ക് നയിക്കുന്ന ഒരു വലിയ ഘടകം. ക്രിമിനൽ സംഭവങ്ങളിലേക്ക് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകൾ, കുട്ടികൾ, അവർക്ക് ഈ ഡ്രഗ് വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ലാണ്ടാവുമ്പോ പല രീതിയും പൈസ ഉണ്ടാക്കാനായിട്ട് അവർ സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള കേസുകളെല്ലാം നിങ്ങൾ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള, പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിലൊക്കെ ഒരുപാട് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് പൈസ ഇല്ലാതായിരിക്കുന്ന സമയത്താണ് പല കുറ്റകൃത്യം. ഇപ്പൊ നമ്മൾ പല കേസുകളും കണ്ടിട്ടില്ലേ. നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടികൾ, നല്ല ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്ന കുട്ടികളൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള ക്രിമിനൽ മോഷണത്തിലേക്കും, ബൈക്ക് മോഷണം, കാർ മോഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു മനോഭാവമാണ്. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക, എങ്ങനെയെങ്കിലും ജീവിതം ആസ്വദിക്കുക, അതിനുവേണ്ടിയിട്ട് എന്ത് ഇതും സ്വീകരിക്കുക എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ച് ന്യൂ ജനറേഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു തുടക്കക്കാരെ ഒരു ചെറിയ നല്ലൊരു മെസ്സേജിലൂടെ ചിലപ്പം ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്ന മനസ്സുള്ള ആൾക്കാരെ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് സാറിന്റെ ഒരു നല്ലൊരു സന്ദേശം കൊടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ ആ തീരുമാനത്തിൽ നിന്ന് മാറി നല്ലൊരു തീരുമാനമെടുക്കാൻ അവർക്ക് സഹായിക്കും. അത് അങ്ങനെ പറ്റിയ ഒരു ചെറിയൊരു സന്ദേശം എന്താ സാർ ഇതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്? നമ്മള് ഇപ്പൊ ഈ നിലവിൽ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന ആള് തന്നെയാണ് പിന്നെയും പലപ്പോഴും ഒരു സീരിയൽ ഒഫൻഡേഴ്സ്. അവർക്ക് സത്യത്തിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റകൃത്യത്തിൽ വീണ്ടും ഉൾപ്പെടുന്നത് കൊണ്ട് അവർക്കൊരു മാനസിക പ്രയാസമോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ചിലര് പ്രൊഫഷനായിട്ട് തന്നെ കൊണ്ടുനടക്കാണല്ലോ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മള് ഇത് ചെറുപ്പത്തിലെ, അതായത് ഞാൻ പറഞ്ഞ ജീവിത സാഹചര്യങ്ങളാണ് ഒരാളെ ക്രിമിനൽസിലേക്ക് കൊണ്ടുവരുന്നത്. ക്രിമിനലാക്കുന്നത് ഒരാളെ ഒരു മൈൻഡ് വളർത്തിയെടുക്കുന്നതിന് അവന്റെ ജീവിത സാഹചര്യങ്ങളും അവനുമായിട്ടുള്ള ഇടപഴകുന്ന സമൂഹമാണ്, അവന്റെ കൂട്ടുകാര്, ഇവരൊക്കെയാണ് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കുട്ടികളെ അവരാരുമൊക്കെ ആയിട്ട് ഇടപഴകുന്നു, അവർക്ക് കൂടുതൽ ഇങ്ങനെ ക്യാഷ് കൊടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണത്. കുട്ടികൾക്ക് ക്യാഷ് ഉണ്ട്, പാരന്റ്സിന്റെ കയ്യിൽ ക്യാഷ് ഉള്ളതുകൊണ്ട് അവർക്ക് ലാവിഷായിട്ട് ക്യാഷ് കൊടുക്കുന്നു.
അങ്ങനെ അവരതുകൊണ്ട് ഇങ്ങനെ പുതിയ പുതിയ മേഖലകളിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ക്രിമിനൽ അതായത് കുറ്റകൃത്യങ്ങളിലേക്ക് വന്ന് വീഴുകയാണ്. അപ്പൊ ഒരിക്കലും ഒരു കുറ്റകൃത്യത്തിൽ വന്ന് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് ഊരിപ്പോരാനായിട്ട്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഒരു കുറ്റകൃത്യത്തിലും പെടാതെ ഒരു പ്രശ്നത്തിൽ ഇടപെടാതെ വളരെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു മൈൻഡ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. കാരണം ഒരിക്കൽ പെട്ടുപോയാൽ വൺസ് എ തീഫ് ഓൾവേസ് എ തീഫ് എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ കട്ടുപോയാൽ പിന്നെ അവൻ കള്ളം തന്നെയാണ്. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന് ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് എടുക്കാനോ ഒന്നും സംഭവിക്കുക. അതൊക്കെ അവനെ നിഷേധിക്കപ്പെടുമ്പോൾ വീണ്ടും അവനുള്ള കുറ്റവാസന വീണ്ടും വളരുക എന്നല്ലാതെ അവനതിൽ നിന്ന് മാറാനുള്ള ടെൻഡൻസി വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക, അതായത് റിലീജിയസ് ഒരു തോട്ട്സ് അത് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെ, ഈ സമൂഹത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുക അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേടിയാവുന്നു ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ. ഞാൻ അതുകൊണ്ട് ഈ ടോപ്പിക്ക് വിട്ടിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് എന്തൊക്കെയോ പോലെ ഇപ്പൊ സാർ ഈ ന്യൂ ജനറേഷന്റെ കാര്യം ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു മോളുണ്ട്. പെട്ടെന്ന് ഞാൻ അവളുടെ ആ ഒരു ജനറേഷനിലേക്കൊക്കെയാണ് ചിന്തിച്ചു പോണത് ഇപ്പത്തേക്ക് നമ്മൾ കേൾക്കുന്നതൊക്കെ. അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ഭയം. അതുകൊണ്ട് തന്നെ ഞാനൊരു ഔട്ട് ഓഫ് ടോപ്പിക് പോവുകയാണ് ഇപ്പോ, ജസ്റ്റ് എന്നെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം ചോദിക്കാൻ, നമ്മളിവിടെ ഇപ്പോ മനസ്സൊരു മലർവാടിയിൽ എപ്പോഴും അതിഥിയായിട്ട് എത്താറുള്ളത് എപ്പോഴും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ആണ്. അപ്പോ ഞാനൊക്കെ ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ ആ ഒരു മാനറിസത്തിലായിക്കോട്ടെ, അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ നമ്മളോട് സംസാരിക്കുന്നത്, ആ ഫേസിൽ നിന്നും ഒരു കലാകാരനെ മറ്റൊരു കലാകാരനെ പെട്ടെന്ന് മനസ്സിലാക്കാം എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു വൈബ് ഫീൽ ചെയ്യണു. സാറിന്റെ ഉള്ളില് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ടാലന്റ് എന്തെങ്കിലും സാറിനുണ്ടോ? ഇത്രയും പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പുള്ളിനെ മോൻ കണ്ടിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ ലുക്ക് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് എടുക്കണോ? അപ്പോ അല്ല സാറാ നിങ്ങള് വഴക്കൂടണ്ട. കാര്യം ഞാൻ പറയാം, ഞാന് ആർട്ടിസ്റ്റാണ്. ഞാന് വളരെ ഒരു സ്കൂൾ ഏജ് മുതൽ സ്കൂൾ നാടകങ്ങളിലും അതുപോലെ തന്നെ കോളേജ് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നു. ഇപ്പോ ഷോർട്ട് ഫിലിം മേഖലയിൽ ഞാൻ വളരെ സജീവമാണ്. ഞാനൊരു ഇപ്പൊ ഏകദേശം ഒരു 15ഓളം ഷോർട്ട് ഫിലിം എന്റെ 15 സെൻട്രൽ ക്യാരക്ടറായിട്ട് ഒരു 7-8 എണ്ണത്തിലെങ്കിലും സെൻട്രൽ ക്യാരക്ടറായിരിക്കും. ഭയങ്കര ആക്റ്റീവാണ്. അതല്ല, ഞാൻ സാധാരണ ഭയങ്കര ഇങ്ങനെ ഓഫീസേഴ്സ് വന്നാൽ ഭയങ്കര സീരിയസ് ആയിരിക്കും. അവരുടെ മാനറിസം കാണുമ്പോൾ ഭയങ്കര എന്താ പറയാ, അവരൊക്കെ ആ ഒരു ഇതിലൊക്കെ അവരുടെ കാണുമ്പോ തന്നെ നമുക്കൊരു സാറ് ഭയങ്കര കുറച്ചും കൂടെ ജോവിയലാണ്, കുറച്ചും കൂടെ ഫ്രീ ആണ്. അങ്ങനെ ആവണമെന്നാണ് ഇപ്പോ ജനകീയ. അതെ, ജനകീയ പോലീസ്. അങ്ങനെ മറ്റൊരു അങ്ങനെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ ഫേസിൽ നിന്ന് എന്തോ പെട്ടെന്ന് നമുക്ക് റീഡ് ചെയ്യാം. അതെ, രമ്യായി കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞങ്ങളെന്നൊക്കെ പറഞ്ഞല്ലേ സാറേ, ഞാനും ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ കുറച്ചുകൂടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളുകളാണ് തീർച്ചയായിട്ടും. അല്ല, സാറിന്റെ കഴിവുകളെ കുറിച്ച് പറയൂ. ഞാൻ ഈ പറഞ്ഞ പോലെ അഭിനയിക്കുന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഈ ഹാപ്പി വെഡിങ്, നാടോടി മന്നൻ, ഇൻസ്പെക്ടർ ഗരുഡ്, അങ്ങനെ 4-5 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഷോർട്ട് ഫിലിമില് സ്ഥിരമായിട്ടുണ്ട്. ഷോർട്ട് ഫിലിമില് പിന്നെ സീരിയലിലുണ്ടായിരുന്നു മുമ്പ്. കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയലിൽ തൊട്ട് പിന്നെ റൈവറ്റ പന്തിരുകുലം അങ്ങനെയുള്ള സീരിയലുകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ കൂടാതെ ഇങ്ങനെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പാടാറുണ്ട്. പ്രൊഫഷണൽ ഗായകനല്ലെങ്കിലും പാടാറുണ്ട്. പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. ഏത് തരത്തിലുള്ള ഗാനങ്ങളാണ് സാർ കൂടുതലും കേൾക്കുക? ഞാൻ സെമി സെന്റിമെന്റൽ സോങ്സ് ആണ് എനിക്ക് ഏറ്റവും. മെലഡീസ് ആണ്, സെമി സെന്റിമെന്റൽ മെലഡീസ്. ഓക്കെ, എന്നിപ്പോ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരൂ. നമ്മുടെ ആ ഒരു ഞാൻ ഈ ഗുഡ്നസ് ടിവിയുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാനൊരു ഭക്തിഗാനം തന്നെ ആയിക്കോട്ടെ. കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു ഗസ്റ്റ് വന്നൊരു പാട്ട് പാടുന്നത്. എന്നിവിടെ നമ്മുടെ പ്രോഗ്രാമിലെ ബൈജു ചേട്ടന്റെ ഒരു ഗാനമാണ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാത്തിരുന്നു അജപാലകർ ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും രാവിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ.
താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു, തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും രാവിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ, താരക രാജകുമാരിയോടൊത്തൊന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. എന്തായാലും കാക്കിക്കുപ്പായം ഇട്ടില്ലെങ്കിലും ഞാൻ പറയാണ്, ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കലാകാരൻ, ഒരു ഗായകനുണ്ട്, ഒരു കവിഹൃദയമുണ്ട്, സാറിന് നിസ്സാരക്കാരനുണ്ട്, ഒരു നടനുണ്ട്, എല്ലാം അതെ. കൈ കൊടുക്കൂ. ഭയങ്കര അല്ലേ അച്ഛന് ഇഷ്ടമായില്ല പാട്ട്? ഭയങ്കര സന്തോഷം നമ്മുടെ ഇടയിൽ ഒരു കലാകാരനെ തന്നെ കിട്ടിയതല്ലേ. അതല്ല, ഇനി എന്തെങ്കിലും മറ്റ് കലകളോ ആക്ടിവിറ്റീസോ എന്തെങ്കിലും കാണും? സാറിന് ഇഷ്ടപ്പെട്ട ഈ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. പല മൾട്ടി ടാലന്റഡ് ആണ്. അത് മാത്രമല്ല ഒരു ഹൈപ്പർ ആക്റ്റീവും കൂടിയാണ് ഞാൻ. കുറെ ഇപ്പൊ പാമ്പ് പിടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. പാമ്പ് പിടിക്കാന്ന് പറഞ്ഞാൽ വെറുതെ പോയിട്ട് പാമ്പിനെ പിടിക്കില്ല. അതായത് ജനവാസ കേന്ദ്രങ്ങളിൽ കയറിയിട്ട് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വീടുകളിൽ, അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത്, വീടിനോട് ചേർന്ന സ്ഥലങ്ങൾ, അതുപോലെ ഏതെങ്കിലും ഓഫീസുകൾ, ഇവിടെയൊക്കെ കയറുന്ന പാമ്പുകളെ, അത് ഏത് പാമ്പായാലും വിഷപ്പാമ്പായാലും അല്ലെങ്കിലും ഒക്കെ എന്നെ വിളിക്കും. ഞാൻ ചെല്ലും, ആ പാമ്പിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കൂടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വീട്ടില് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കൂടുകളിൽ കൊണ്ടുപോയിട്ട് സംരക്ഷിക്കും. അങ്ങനെ അത് ഒരു ബൾക്കാവുമ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും, അവരത് കൊണ്ടുപോകും. ഇപ്പൊ എത്ര പാമ്പുണ്ട് വീട്ടില്? ഇപ്പൊ ഒരു 6-7 പാമ്പുകൾ ഇപ്പൊ നിലവിലുണ്ട്. കാഴ്ചബംഗ്ലാവിൽ പോലും ഇല്ല അത്ര. കാഴ്ചബംഗ്ലാവിലെ ആ പാമ്പ് സ്ഥിരം പാമ്പല്ലേ, അത് അവിടെ നിന്ന് മാറണില്ലല്ലോ. ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളാണ്. അപ്പൊ നമ്മുടെ ബാബ സുരേഷിനെ പോലെയൊക്കെ തന്നെ ഇനി എവിടെയെങ്കിലും പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ അപ്പൊ സാറിനെ വിളിക്കാൻ നോക്ക്. എവിടെയെങ്കിലും കണ്ടുപിടിക്കരുത്, കാരണം നമ്മള് ഇതൊരു സർവീസായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പ്രൊഫഷനാണ്. നമുക്ക് പ്രൊഫഷനല്ല, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദി പീപ്പിൾ, അതാണ് പോലീസിന്റെ ഒരു മോട്ടോ. അപ്പൊ ആ നിലയ്ക്ക് ഇതും ഒരു ജനസേവനമാണ്. അതെ, ഒരു സർവീസാണ്. നമ്മൾ സ്വന്തം ചെലവില്, നമ്മൾ സ്വന്തം കാറിൽ ഡീസൽ സ്വന്തം ചെലവിൽ അടിക്കുന്നു, ചെല്ലുന്നു, റിസ്ക് എടുക്കുന്നു, കൊണ്ടുവരുന്നു. അതൊരു സർവീസാണ്. എന്തായാലും രമ്യ, പണത്തോടുള്ള ആക്രാന്തത്തെക്കുറിച്ച് സംസാരിച്ച് പാമ്പിനെ കുറിച്ച് വരെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു. നല്ലൊരു പാട്ട് കേട്ടു. വളരെ സന്തോഷം. സാറിനെപ്പോലുള്ള ആളുകളെ കിട്ടുകയാണ് ഞങ്ങളെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയി. ഭയങ്കര നല്ല സന്തോഷം, ഭയങ്കര അഭിമാനം തോന്നുന്നു ഇപ്പൊ സാറിന്റെ കൂടെ ഇത്ര സമയമൊക്കെ ഇവിടെ ചെലവഴിക്കാൻ പറ്റിയതിൽ തന്നെ. സാർ പറഞ്ഞു സർവീസിന് വേണ്ടിയിട്ടാണ്, സാറ് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാറിന്റെ ഡ്യൂട്ടി സാർ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ നന്ദി മാത്രം പറഞ്ഞാൽ ഇവിടെ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു അച്ഛനെയും കൂടെ ഞാൻ ഇവിടെ ക്ഷണിക്കുകയാണ്. അച്ഛൻ ഒരു ചെറിയ ഒരു സ്നേഹോപഹാരം ഇവിടെ സാറിന് ഇപ്പൊ സമ്മാനിക്കും. ജോർജ് അച്ഛാ വരൂ. കുറെ കഴിവുകൾ കൊണ്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹീതനായ ഈ ഒരു കലാകാരൻ, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫൈസൽ സാറിന് ഗുഡ്നസ് ടിവിയുടെ വക ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായിട്ട് ഗുഡ്നസ് ടിവിയുടെ ഡയറക്ടർ റെവറന്റ് ഡോക്ടർ പോൾ പൊതുവ അച്ഛനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം അച്ഛാ. അച്ഛൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കേട്ട് കാണുമല്ലോ നമ്മുടെ സബ്ജക്റ്റും നമ്മുടെ ഇവരുടെ സംശയങ്ങളും, ഒപ്പം ഇത്രയും മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ അനുഭവങ്ങളുമെല്ലാം. ഇതെല്ലാം വെച്ച് എന്താ അച്ഛന് ഈ ഒരു പണത്തിനെ കുറിച്ചുള്ള ആർത്തി, അങ്ങനെയുള്ള ആൾക്കാരോട്, അതായിരുന്നു നമ്മുടെ സബ്ജക്ട്. എന്താ അച്ഛന് അത്തരത്തിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്? ഞാനും ഈ മനസ്സ് ഒരു മലർവാടി എന്ന പ്രോഗ്രാമിലെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത ഈ വിഷയം പണത്തോടുള്ള ആർത്തി, അത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. മനോഹരമായിട്ട് അത് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു.
നമ്മുടെ സ്നേഹമുള്ള ജോർജ് മണലരച്ചൻ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഇന്റലിജൻസ് ഓഫീസർ ശ്രീ ഫൈസൽ കോറോത്ത്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. സാധാരണ ഇതിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, പണമില്ലാത്തവൻ പിണമാണ് എന്ന് പറഞ്ഞാൽ പണമില്ലാത്തവന് യാതൊരു വിലയുമില്ല എന്നുള്ളൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മനുഷ്യന്റെ ഉള്ളിൽ കയറും. ഏതെങ്കിലും തരത്തിൽ പണം ഉണ്ടാക്കിയാലേ അവന് ഒരു നിലയുള്ളൂ, വിലയുള്ളൂ, സ്ഥാനമുള്ളൂ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാകും. പക്ഷേ ശരിക്കും ഒരു മനുഷ്യന്റെ വില എന്ന് പറയുന്നത് പണത്തിലാണോ? ചിലപ്പോൾ നമ്മള് പണമുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് സമൂഹത്തിലൊരു സ്ഥാനമില്ല, വിലയില്ല. ഇപ്പോൾ ഒരു വ്യക്തിത്വമാണ്, ഒരു മനുഷ്യന്റെ വ്യക്തിത്വമാണ് അവന് വിലയുണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഫൈസൽ സാർ മനോഹരമായിട്ടൊരു പാട്ട് പാടി, യഹൂദിയായിലെ എന്നുള്ള പാട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ പാട്ട് യഹൂദിയായിൽ അന്ന് ജനിച്ച ഒരു ശിശുവിനെ പറ്റിയാണ്. ആ ശിശു ജനിച്ചതൊരു ബത്ലഹേമിലാണ്, ഒരു കാലിത്തൊഴുത്തിൽ, ഒന്നുമില്ലായ്മയിൽ. പക്ഷെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ശിശുവാണ് യേശു. ആ യേശുവിനെ പറ്റിയുള്ളൊരു ഗാനമാണ്. യേശുവിന്റെ വില എന്ന് പറയുന്നത് യേശുവിന്റെ പണത്തിലായിരുന്നില്ല, നമുക്കറിയാം. യേശു എന്ന വ്യക്തിയുടെ ആ വ്യക്തി പ്രഭാവത്തിലാണ് ആ വ്യക്തിയുടെ വില മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പൊ നമുക്ക് പണം ആവശ്യത്തിന് വേണം, പക്ഷേ അത് എങ്ങനെ നമ്മൾ സമ്പാദിക്കുന്നു, ഏത് മാർഗത്തിൽ സമ്പാദിക്കുന്നു എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടത്. അതിനേക്കാൾ പ്രധാനം നമുക്ക് പണം വേണം, ആ പണം നമ്മൾ ന്യായമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നു. പിന്നെ മുഴുവൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക, ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുക. അങ്ങനെ ഒരു ചിന്തയായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് വഴിയായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം പണത്തോടുള്ള നമ്മുടെ മനോഭാവം എന്നുള്ളതിനെ പറ്റി. അതിന് നമുക്ക് കൂടുതലായിട്ടുള്ള അറിവ് നൽകാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ശ്രീ ഫൈസൽ കോറോത്ത്, അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നു. ഇന്റലിജൻസ് ഓഫീസറാണ്. പക്ഷെ അതിന്റെ യാതൊരു തരത്തിലുള്ള ആ ഒരു ഭാവങ്ങളുമില്ലാതെ നമ്മുടെ കൂടെ വരാനും ഇത്രയും സമയം ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ചെലവഴിക്കാനും വിലയേറിയ അദ്ദേഹത്തിന്റെ സന്ദേശം നമുക്ക് നൽകാനും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഗുഡ്നസ് ടിവിയുടെ ആദരവും ബഹുമാനവും നന്ദിയുമെല്ലാം ഫൈസൽ സാറിനോട് ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യാണ്. സർ, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ചെറിയ സമ്മാനം ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി ഫൈസൽ സാറിന് പറയുന്നു. അങ്ങനെ നമ്മള് പണത്തിനോടുള്ള ആർത്തി അത് എത്രത്തോളം വിപത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി വരുത്തും എന്നുള്ളത് ഇവരെല്ലാവരും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. പണം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു കഴിവും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും മനസ്സൊരു മലർവാടിയുടെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നല്ല സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. കൂടുതൽ വിവരങ്ങൾക്ക് ദ പ്രൊഡ്യൂസർ, ഗുഡ്നസ് ടിവി, മനസ്സൊരു മലർവാടി, ഡി സർവീസ് പാർക്ക്, ഓപ്പോസിറ്റ് പൈസ് 10 ചർച്ച്, SRM റോഡ്, പച്ചാളം, കൊച്ചിൻ 682012. ഫോൺ 8606420088. ഇമെയിൽ manassorumalarvadi@gmail.com. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന രാത്രിക്ക് അവർ ഉറങ്ങണ സമയത്താണ് ഈ വെള്ളം കയറിയത്. രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പോ പെട്ടെന്ന് പടിവാതിൽക്കൽ ഇത്രയും വെള്ളം. ചിന്തിക്കാൻ വയ്യ ബൈച്ചേട്ടാ, വല്ലാത്തൊരു മരണം തന്നെയാണത്. പേടിക്കണ്ട, നമ്മള് ഒരിക്കലും ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും മരിക്കും. ആകെ ഒരു മുറിയേ ഉള്ളൂ. ഞാനിരിക്കുന്നത് ഒരു കസേരയുമാണ്. രാത്രി മുഴുവൻ ഇരുന്ന് കഴിച്ചു. പിറ്റേ ദിവസം 2 കൽപ്പിച്ച് ഒരു കയറ് കെട്ടി ഞാൻ ചെറുപ്പനും കൂടെ വീട് അവിടെ ഉണ്ടോന്ന് നോക്കാൻ വരാം. അവിടെ കണ്ട അവസ്ഥ എനിക്കിങ്ങനെ നീന്തലൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തെ വിളിച്ചിട്ട് എടുത്ത് ചാടണം വെള്ളത്തിലേക്ക്. നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ചില രാസവസ്തുക്കൾ രൂപീകരിക്കപ്പെടും. ഒരു കെമിക്കൽ ചേഞ്ച് നടക്കും. ചില ഹോർമോൺസ് നമ്മുടെ മനസ്സിൽ ബ്രെയിനിലേക്ക് വരും. അതിന്റെ ഭാഗമായിട്ട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഉന്മാദ രോഗികളെ പോലെ സംസാരിക്കുക, പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാവും.
ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമയെന്ന് തോന്നുമ്പോൾ നമ്മുടെ ജീവിതത്തെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ജീവനെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ ഒന്നും നമ്മൾ ഓർത്തിരുന്നില്ല. എങ്ങനെ കിട്ടിയ സൗകര്യം വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഹോസ്പിറ്റൽസ് എല്ലാം പറന്നുപോയി. അത് കണ്ട് എന്തായാലും ഇപ്പൊ കരണ്ട. ആ അമ്മേനെ നടക്കണ അമ്മയായിട്ട് നമുക്ക് കിട്ടിയില്ല. നമുക്ക് നല്ല ചിരിച്ച മുഖത്തോട് കൂടിയായിട്ടുള്ള ഒരു അമ്മ. ഈ അമ്മയും ഈ മക്കളും ഇവിടെ ഉള്ളപ്പോൾ സാറിന്റെയും സാന്നിധ്യം നമുക്ക് ഒത്തിരി ധന്യമായി തീരുകയാണ്. ദൈവം പറഞ്ഞു തന്ന വാക്കെന്താണ്? ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് തന്നെയായിരുന്നു. ഈ മരുമകനും ഈ മകളുമാണ് എന്റെ ഭാഗ്യമെന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് ദൈവം തന്ന അനുഗ്രഹം എന്ന് ഞാൻ പറയുന്നു. വിണ്ണിൻ ശലഭങ്ങൾ സ്നേഹാദ്രമായി വന്നെത്തുമോ? ആത്മാവിലും പുണ്യം നൽകി മനസ്സെന്നും മലർവാടിയാകാനാ.